ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? അങ്ങനെ യൂണിക് ടോക്ക് 96 ആണല്ലേ ഇന്ന്. 96ാമത്തെ ആഴ്ചയാണിന്ന്. കുറെ പുതിയ പേരുകൾ കാണുന്നുണ്ട്. ജസ്റ്റ് അവർക്ക് വേണ്ടി പറയുകയാണ്. എല്ലാ ശനിയാഴ്ചയും നമ്മളെ മാസ്റ്റർ യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ സെഷൻ ആണിത്. രാത്രി 8:30 ലൈവായിട്ട് സൂമിൽ ഓരോ ടോപ്പിക്കിൽ നമ്മളൊക്കെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക ഇമ്പ്രൂവ്മെന്റ്സ്, ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോകാറില്ല. ഹൗസിൽസ് സെഷൻ എടുക്കാറുണ്ട്, വേറെ നമ്മളെ സ്റ്റുഡൻസ് എടുക്കാറുണ്ട്, ഞാൻ എടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു ടീമായി നമ്മൾ കൺസിസ്റ്റന്റ് ആയി ഇപ്പോൾ 96ാമത്തെ ആഴ്ചയിലാണുള്ളത് കൊണ്ട് നടക്കുന്ന നടത്തുന്ന ഒരു സെഷനാണ് യൂണിക് ടോക്സ് എന്നുള്ളത്. ലൈവായിട്ട് ഉണ്ടാവും. പിന്നീട് നമ്മൾ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ജസ്റ്റ് ഫോർമൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ വന്നതാണ്. കുറെ പുതിയ ആൾക്കാർ ഫസ്റ്റ് ടൈം കയറുമ്പോൾ എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതിന്റെ ഒക്കെ മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇവിടെ അഫ്സൽ സാറേയും എന്നെയും ആഫിഫ മാമിനെയും ദിയ മാമിനെയും മാത്രമേ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. യാത്രയിലും മറ്റു തിരക്കിലും നഫീസ മാം വന്നിട്ടുണ്ട്, താങ്ക് യു. യാത്രയിലും മറ്റു തിരക്കിലൊന്നും ഇല്ല എങ്കിൽ പറ്റിയ വീഡിയോ മോഡിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. എന്നും പറയുന്ന പോലെ നമ്മൾ എന്തായാലും മറ്റു തിരക്കൊക്കെ മാറ്റി വെച്ച് ഇവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ. എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് നന്നായി പോയാലോ, ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുറെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ഷംന മാം വന്നിട്ടുണ്ട്, താങ്ക് യു. അപ്പൊ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എന്തായാലും സന്തോഷം. എല്ലാവരും യൂണിക് ടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? യഥാർത്ഥ വിജയവും ആന്തരിക സമാധാനവും എന്നുള്ളതായിരുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സമാധാനം എന്നുള്ളത്. പീസ്. നമ്മൾ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്. കുറച്ചു കാലം മുന്നേ വരെ നമ്മൾ പരാതികൾ വന്നിരുന്നത് എനിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല വീടില്ല, നല്ല ബന്ധങ്ങളില്ല, ആ ഒരു രീതിയിലേക്കായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയുന്ന ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും മെന്റൽ പീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ് ആവാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്. ടെൻഷനായിട്ട് മറ്റു കാര്യങ്ങളായിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി. ഇതൊരു എക്സാക്ട് കണക്കോ റിപ്പോർട്ടോ അല്ല കേട്ടോ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ കസിൻസിൽ, നമ്മളെ ഫ്രണ്ട്സിൽ. പിന്നെ പണ്ട് വരെ വയസ്സായ ആൾക്കാർക്കായിരുന്നു പിന്നെയും ടെൻഷന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു. എന്നാൽ ട്രെൻഡ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു മേജർ ചേഞ്ച് വന്ന് നമ്മളെ കൊറോണയ്ക്ക് ശേഷം ആവുന്നില്ല. ഇന്ന് മെന്റലി സ്ട്രോങ്, എന്താ പറയുക, കുറച്ച് എന്താ പറയുക സമാധാനം തേടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് ഉണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്. പ്രായം ജെൻഡറും ഇതിനൊന്നും ബേസ് അല്ലാണ്ടായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണത്. പൈസ ഉണ്ടായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ട് എന്താ നമ്മളെ ഉള്ളിലേക്ക് ഒരാൾക്ക് ഇട്ട് തരാൻ പറ്റൂലല്ലോ. അൾട്ടിമേറ്റ് ആയി പഠിച്ചവന്റെ കയ്യിലും പിന്നെ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾക്ക് ഒരു റിഫ്ലക്ഷൻ ആയിട്ടല്ലേ കാണാൻ പറ്റുക പീസ് എന്നുള്ള. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും നമുക്കറിയുന്ന കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടില്ല ഒരു സിമ്പിൾ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും യൂണിക് ടോക്കിൽ നമ്മൾ 3 കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാറുണ്ട്. ഒരു നല്ല ഹൃദയത്തോടു കൂടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിൽ അല്ലാണ്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. എങ്ങനെയാണ് പറയുന്നത്, ഇതിപ്പോ പറയാൻ ഓൺക്ക് യോഗ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഇത് പറയുന്നതൊക്കെ ശരിയാണോ, അപ്പോൾ ഈ പറഞ്ഞത് അങ്ങോട്ട് ശരിയായില്ലല്ലോ, നമ്മളിങ്ങനെ കമ്പയർ ചെയ്യല്ലോ. അതല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുക. ആള് പറയുന്ന കാര്യങ്ങളിൽ എനിക്കുള്ള എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടാനുണ്ടാവും, അത് ലൈഫിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ. ഇപ്പോഴും ഒരു എവിടെ പോകുമ്പോഴും ഒരു നിറഞ്ഞ കപ്പായിട്ടിരിക്കാതിരിക്കുക. അതായത് എനിക്കെല്ലാം അറിയാം, ഞാൻ അടിപൊളിയാണ്, ടോപ്പാണ്, അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ കുഴപ്പമില്ല. പക്ഷെ വേറെ ഒരാൾ പറഞ്ഞു തരുന്ന ഒരു ചെറിയ അറിവിനെ പോലും സ്വീകരിക്കാനും നമ്മൾ പാകപ്പെടണമല്ലോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക, ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മളിന്ന് സമാധാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സമാധാനത്തിൽ കാര്യങ്ങൾ കേൾക്കാനുള്ള, അറിയാനുള്ള ആ ഒരു കുട്ടീൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ചൈൽഡ് ക്യൂരിയോസിറ്റിയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ളതാണ്. കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി. എന്തായാലും ഒന്നും കൂടെ എല്ലാവരെയും വേണ്ടി ടോക്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ നിങ്ങളെ തിരക്കൊക്കെ മാറ്റി വെച്ച് എവിടെയോ എനിക്കിതൊരു ഇമ്പ്രൂവ്മെന്റ് വരും, എൻ്റെ ഒരു മാറ്റം വരുത്താൻ ഇത് കാരണമാവും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നിങ്ങൾക്ക് കയറിയിട്ടില്ല. ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത് വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ എടുക്കാൻ വേണ്ടി ഹഫ്സൽ സാറെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സർ, ഓവർ ടു. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. ഏതായാലും സത്യം പറഞ്ഞാല് ഈ ഇൻട്രോ തീരതേ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാനൊക്കെ. സത്യം പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ആ വിഷയത്തെ പറ്റി കറക്റ്റായിട്ട് ഒരു ഐഡിയ മിസ്സിന് തരും. താങ്ക് യു സോ മച്ച്. നമ്മുടെ ടീം ലീഡറാണ് ഫാത്തിമ മിസ്ന ഫ്രം മലപ്പുറം. ഏതായാലും ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിജയവും ആന്തരിക സമാധാനവും. എന്തായാലും മിസ്ന ടോപ്പിക്കിന്റെ പേര് അങ്ങനെ എന്തല്ലയോ. ഏതായാലും ഓരോരുത്തരുടെയും ഇലിയാസ് ഖാനെ കൂടെ കാണുന്നുണ്ട്. ലൈബ്രറീന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് സെറ്റാണ്. അപ്പോ
ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം ഇവിടെ നമ്മുടെ ഗ്രോത്തെക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഇവിടെ മേജറായിട്ട് നമ്മൾ വീഡിയോ മോഡിലൊക്കെ കാണാം. അഫീഫ മാം ഉണ്ട്, ദിയ മാം ഉണ്ട്, ഫിദ മാം ഉണ്ട്, നഫീസ മാം എനിക്ക് ഒന്ന് അതിലുണ്ടോ, ഷംന മാം പിന്നെ നമ്മളെ സ്ഥിരമായിട്ടുള്ള ആളാണ്, സുബൈദത്തുൽ അസ്ലമിയ പുതിയതായിട്ട് കാണാൻ തോന്നുന്നു അവനെ. ഏതായാലും ജോയിൻ ചെയ്ത എല്ലാവർക്കും, വീഡിയോ മോഡിൽ ഉള്ളവരും ഇല്ലാത്തവരും, ഇലിയാസ് കാർക്കട് എല്ലാവരെയും ഒന്നുകൂടെ യുണീക് ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. ഓരോരുത്തരുടെയും തിരക്കുകൾ മാറ്റി വെച്ച് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മളെല്ലാ സെഷനിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണ്. ജസ്റ്റ് ഇപ്പം കുറെ ആൾക്കാരെ പരിചയപ്പെടാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പം എല്ലാവരെയും പേര് ചോദിച്ച് അങ്ങനെ വീഡിയോ മോഡിൽ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം ഇല്ല. പക്ഷേ ലാസ്റ്റിൽ ഫീഡ്ബാക്കിന്റെ സമയത്ത് ഓപ്ഷൻ തരുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഹാജറ കാലിക്കറ്റ്, ഫിദ കോഴിക്കോട്, അഫീഫ കണ്ണൂർ, ദിയ ഫാത്തിമ മലപ്പുറം, അഫ്രിൻ അഫ്രിൻ പോയി അഫ്രിൻ എറണാകുളം, മുഹമ്മദ് അമീൻ മലപ്പുറം, അബു ഹനീഫ പാലക്കാട്, മാജിദ് നമ്മുടെ പേരുള്ള ആളുണ്ടല്ലോ മലപ്പുറം, അർഷിന മാം കോഴിക്കോട്, മുബിസ മലപ്പുറം, ഖദീജ ഫെബിൻ കാലിക്കറ്റ്, സീനത്ത് വയനാട്, ഷീബ കോട്ടയം, ഡോക്ടർ മുബീന സലീം അപ്പൊ നമ്മളെ ബുക്ക് വാങ്ങിയിട്ടുള്ള മാമാണ്, ട്രിവാൻഡ്രം, സുബൈദത്തുൽ അസ്ലമിയ മലപ്പുറം, ജസ്ന ഗഫൂർ കാലിക്കറ്റ്, ആഫിയ കാസർഗോഡ്, റോഫ്ന മലപ്പുറം, റിഫ ഹബീബ് കോഴിക്കോട്, ബിൻസിയ കോഴിക്കോട്, ഫസ്ലാഖ് സൗദി, വിവോ പാലക്കാട്, ഹാഷിദ തൃശൂർ, തസ്നിയ തൃശൂർ, ഷഹല തലശ്ശേരി, ഷമീമ കോട്ടക്കൽ, ഹെൽഫ മലപ്പുറം, സജ്ന നീലഗിരീസ് മലപ്പുറത്ത് അല്ലെ വയനാട്ടിലേക്ക് അല്ലെ, സാനിഫ കാലിക്കറ്റ്, നസീമ ഷൊർണൂർ, ഹസീന തൃശൂർ, നഫീസ കോഴിക്കോട്, മഹനാസ് മലപ്പുറം, മുബീസാക്കി മലപ്പുറം, നുസ്രി മലപ്പുറം. താങ്ക് യു സോ മച്ച്. ഇത്രയും ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് സമാധാനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് സാധാരണ ഇപ്പൊ കുറെ ആയിട്ട് അങ്ങനെ സെഷനിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷെ ഇന്നെനിക്ക് ഇങ്ങനെ ഇങ്ങനെ തോന്നി ചെറിയൊരു ഒരു മെഡിറ്റേഷനിലൂടെ, ഇപ്പം ചില ആൾക്കാർ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു ഭയങ്കര ഡെപ്തിലുള്ള മെഡിറ്റേഷൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള എനിക്ക് അറിയുന്ന രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് മൈൻഡൊക്കെ ഒന്ന് കാമാക്കിയിട്ട്, ഇപ്പൊ നേരത്തെ മിസ്സിനെ പറഞ്ഞത് ഒരു കുട്ടിയുടെ മൈൻഡോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ സമാധാനം, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു നമ്മളെ മുത്തിയുൽ ഹക്ക് ഉസ്താദിന്റെയും ഗൈഡിന്റെ കൂടെ. അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യം സമാധാനം ആയിക്കോട്ടെ, നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിനെ ചെറിയൊരു കുട്ടിയാക്കി, ഇപ്പം കാണാൻ വലിയ ഒരു 6 അടി ഹൈറ്റും ഒക്കെ ഉള്ള മനുഷ്യനാണെങ്കിലും ഉള്ളിനുള്ളിൽ നമ്മളൊരു ചെറിയൊരു കുട്ടിത്തം തുളുമ്പുന്ന ഒരു മനുഷ്യനായിട്ട്, ഏത് സമയത്ത് ഒരു ക്യൂരിയോസിറ്റിയും, മനുഷ്യന്മാരെ കാണുമ്പോൾ എന്തും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആളുകൾ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും, ഏത് ചെറിയവരായാലും വലിയവരായാലും അവരോടൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി, ആ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കുട്ടിത്തം എന്നുള്ള ഒരു സംഭവം, ക്യൂരിയോസിറ്റി എന്നുള്ള സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഇപ്പൊ പല സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ ഇവിടെ ഉണ്ടാവും. അപ്പം ഇന്നിപ്പം പല പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞവരുണ്ടാവും, വീട്ടിലെ തിരക്കുകൾ കഴിഞ്ഞവരുണ്ടാവും, വർക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും, ഇപ്പം ചിലപ്പോൾ വർക്കിന്റെ ഇടയിൽ കയറിയ ആൾക്കാരുണ്ടാവും. അങ്ങനെ പല പല രീതിയിൽ ഇപ്പം ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ, പല പല സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പല ടെൻഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ മൈൻഡെല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, നമ്മളുടെ എല്ലാവരുടെയും മൈൻഡ് ഏകദേശം ഒരേ ലെവൽ, ഒരേപോലെ എന്തായാലും ആവില്ല, പക്ഷെ എന്നാലും ഏകദേശം അതൊന്ന് ഒരേ ഒരു രീതിയിലുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു മ്യൂട്ട് ചെയ്യുന്നുണ്ട്, വേറെ സൗണ്ട് വന്ന ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ഈ കൈകൾ ഇടത് കൈക്ക് മുകളിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും റിലാക്സ് ആയിട്ട് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റും, ഇപ്പൊ ചാരി ഇരിക്കുന്നതാണെങ്കിൽ ചെയറിലോ സോഫയിലോ എങ്ങനെയാണെങ്കിലും ബെഡിലാണെങ്കിലും ഒക്കെ ചാരി ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഏറ്റവും റിലാക്സ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഏറ്റവും റിലാക്സ് ആയിട്ട് എടുത്തിട്ട് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ചിട്ട് തള്ളവിരൽ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചൊന്നും ഇരിക്കേണ്ട, നിലത്ത് ഇങ്ങനെ മടിയിൽ വെച്ചാൽ മതി കൈ.
സിമ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ദുആ ഒക്കെ ചെയ്യുമ്പോൾ വെക്കാറില്ല കൈ, അതൊന്നും ഇങ്ങനെ ഈ വിരലൊന്ന് കൂട്ടി മുട്ടിക്കുക മാത്രം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് കൊണ്ടുവരും കേട്ടോ. ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ എന്തോ ഒന്നുമല്ല, നിങ്ങളെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നില്ല. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓരോ തവണയും ശ്വാസം എടുത്തു പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ ശരീരത്തെയും ആത്മാവിനെയും കണക്ട് ചെയ്യുന്ന ഏക കാര്യമാണ് ആ ശ്വാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പതിയെ ശ്വാസം എടുത്തുവിടാം. ഒരു 3 മിനിറ്റ് ആ ശ്വാസം നിന്നു പോയാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ആ ഒരു ചിന്തയോടുകൂടെ ആ ശ്വാസം എന്ന നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക. ആ ശ്വാസത്തെ എൻജോയ് ചെയ്യുക. ആ ശ്വാസം കൊണ്ടുള്ള സന്തോഷം കണ്ടെത്തുക. ഓരോ തവണയും ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ അത് മൂക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് വായിലൂടെയാണെന്നും ഉറപ്പുവരുത്തുക. ഓരോ തവണയും ആ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. ആ സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ എല്ലാ ശാരീരിക അവയവങ്ങളിലേക്കും നിങ്ങളുടെ രക്തഞരമ്പുകളിലൂടെ എല്ലാ കോശങ്ങളിലേക്കും ആ പ്രകാശം എത്തുകയാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ പോലും ആ പ്രകാശം അനുഭവിക്കുന്നുണ്ട്. ശരീരമാസകലം ആ പോസിറ്റീവ് എനർജി പടരുകയാണ്. ഓരോ തവണയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും, ദേഷ്യം, വെറുപ്പ്, അസൂയ, മറ്റുള്ളവരോട് പക പോക്കാനുള്ള ചിന്ത, ദേഷ്യം തുടങ്ങി എല്ലാവിധ നെഗറ്റീവ് ഇമോഷൻസും ദുഷിച്ച ചിന്തകളും എല്ലാം ഒരു കറുത്ത പുകയായി നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓരോ തവണയും ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ആ സ്വർണ്ണ പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നു. ഓരോ തവണയും പുറത്തേക്ക് വിടുമ്പോൾ എല്ലാവിധ നെഗറ്റീവ് കാര്യങ്ങളും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നു.
ആശ്വസന പ്രക്രിയ ഓരോ തവണ നടക്കുമ്പോഴും നിങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. പതിയെ നിങ്ങളുടെ ചിന്ത നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോവുക. ആദ്യമായി നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ സമയത്ത് കിടന്നുറങ്ങി എഴുന്നേറ്റ സമയത്ത് നിങ്ങൾക്ക് കാഴ്ച ശക്തിയുണ്ട്. ആ കാഴ്ച ശക്തിക്ക് നന്ദി പറയുക. നിങ്ങളുടെ കേൾവി ശക്തിക്ക് നന്ദി പറയുക. നിങ്ങളുടെ ശ്വസിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അത് രുചിക്കാൻ കഴിയുന്നുണ്ട്. ആ രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ഓരോ കാര്യങ്ങളും തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള എല്ലാ അവയവങ്ങളും, നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം, കിഡ്നി, ലിവർ, വൻകുടൽ, ചെറുകുടൽ, രക്തഞരമ്പുകൾ, ആ ഞരമ്പുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, ശരീരത്തിലെ എല്ലുകൾ, നിങ്ങളുടെ കൈകളും കാലുകളും, അങ്ങനെ എല്ലാവിധ അവയവങ്ങൾക്കും ആന്തരിക അവയവങ്ങൾക്കും നന്ദി പറയുക. അടുത്തതായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയുക. നിങ്ങൾ ഗർഭപാത്രത്തിലുള്ള സമയം മുതൽ ചെറിയ പിഞ്ച് കുഞ്ഞായി പുറത്തേക്ക് വന്ന് പിന്നീട് നമ്മൾ ഈ പ്രായത്തിലെത്തുന്നവരെ അവർ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, അവരുടെ പല ആവശ്യങ്ങളും മാറ്റിവെച്ച് നമ്മളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി നമ്മളെ ശുശ്രൂഷിച്ചതിന് ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അവരുടെ ഉറക്കമൊഴിഞ്ഞ് നമ്മളെ ചെറിയൊരു കുട്ടിയായ പിഞ്ചു കുഞ്ഞായ അവരുടെ കയ്യിൽ കിടന്ന് വളർന്ന് ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മളെ സഹായിച്ച ആ മാതാപിതാക്കൾക്ക്, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്ദി പറയുക. നിങ്ങളുടെ മറ്റുള്ള കുടുംബക്കാർക്ക് നന്ദി പറയുക. നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്ദി പറയുക. ഭർത്താവിന് നന്ദി പറയുക. കുട്ടികൾക്ക് നന്ദി പറയുക. സഹോദരി സഹോദരന്മാർക്ക് നന്ദി പറയുക. മറ്റുള്ള നല്ല കുടുംബക്കാർക്ക് നന്ദി പറയുക.
നിങ്ങൾ ഇത്രയും കാലത്തിൽ കഴിച്ച ഭക്ഷണത്തിനും കുടിച്ച വെള്ളത്തിനും നന്ദി പറയുക. അൽഹംദുലില്ലാ. നിങ്ങൾ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടിന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാർക്ക് നന്ദി പറയുക. നിങ്ങളെ ഇത്രയും കാലം വിദ്യ അഭ്യസിപ്പിച്ച നിങ്ങളുടെ ടീച്ചർമാർക്ക് നന്ദി പറയുക. ചെറിയ LKG മുതൽ ഇത്രയും കാലം ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ആ വിദ്യാഭ്യാസ സാഹചര്യത്തിലേക്ക് എത്തിച്ച മനുഷ്യന്മാർക്ക് നന്ദി പറയുക. അതിന് സാമ്പത്തികമായി സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും നന്ദി പറയുക. നിങ്ങൾ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ എല്ലാത്തിനും നന്ദി പറയുക. ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക്, പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ ജോലിയും ബിസിനസ്സും എത്തിക്കാൻ സാധിച്ചതിന് നന്ദി പറയുക. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ യാത്രകൾക്ക് നന്ദി പറയുക. ആ യാത്രകൾ ചെയ്ത സമയത്ത് ചെറുതും വലുതുമായിട്ടുള്ള പല യാത്രകൾ സ്വന്തമായിട്ടും കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും ആ യാത്രകൾ പോയ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുക. ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് ഓർക്കുക. ചെറിയൊരു ബീച്ചിൽ പോയതാണെങ്കിൽ പോലും അത് ഓർത്തെടുക്കുക. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും നന്ദി പറയുക. നിങ്ങളെ ജീവിതത്തിൽ പല മനുഷ്യന്മാർ പല വേളയിൽ സഹായിച്ചിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പല ആവശ്യഘട്ടങ്ങളിലും പല കുടുംബക്കാരും കൂട്ടുകാരും ടീച്ചർമാരും മെന്റേഴ്സും. ആ മനുഷ്യന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. നിങ്ങളെ പല കാര്യങ്ങൾ ചെയ്ത സമയത്ത് അഭിനന്ദിച്ച മനുഷ്യന്മാരുണ്ട്. നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ സഹായിച്ച മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുക. നമ്മുടെ ആരോഗ്യത്തിനും കുടുംബ ബന്ധങ്ങൾക്കും സാമ്പത്തിക സ്ഥിതിക്കും എല്ലാം പടച്ചവനോട് നന്ദി പറയുക. അൽഹംദുലില്ലാ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ, ചെറിയൊരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇത്ര കാലവും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാതെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് അത് മാത്രം ചിന്തിച്ച് എല്ലാ സമയവും വിഷമവും സങ്കടവും മാത്രം മനസ്സിൽ കൊണ്ടു നടന്നതിന് പടച്ചവനോട് മാപ്പ് അപേക്ഷിക്കുക. ജീവിതത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മാറുന്നു. ഏത് പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്തും ആ പ്രതിസന്ധിക്കപ്പുറത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യന്മാരായി, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന മനുഷ്യന്മാരായി, ആ ചിന്ത, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞത എന്ന ചിന്ത മറ്റുള്ള മനുഷ്യന്മാരിലേക്ക് എത്തിക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ ഓരോരുത്തരും മാറുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും ഹൈയസ്റ്റ് ഫോമായ ഗ്രാറ്റിറ്റ്യൂഡിനെ മുറുകെ പിടിക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറുന്നു. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും കഴിവുകളും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും
നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കും ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തി സഹായിക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ ഓരോരുത്തരും മാറുന്നു. നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ള ആളാകും. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ഇരു കൈകളും കൂട്ടിത്തിരുമ്മി ചൂടാക്കി മുഖത്ത് വെച്ച് കണ്ണ് തുറക്കുന്ന സമയത്ത് ചെറുപുഞ്ചിരിയോടെ ഉള്ളിലുള്ള ആ നന്ദി പ്രകടനത്തോടെ അൽഹംദുലില്ലാ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കണ്ണ് തുറക്കുക. അൽഹംദുലില്ലാ, താങ്ക് യു, താങ്ക് യു ഗോഡ്. താങ്ക് യു. നല്ല തിരിച്ചു വരിക. ആർക്കെങ്കിലും ആ മെഡിറ്റേഷൻ കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? ആരെങ്കിലും ഒരാളത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? അല്ലെങ്കിൽ ശ്രദ്ധ മാറിപ്പോയോ? ആരെങ്കിലും ഒരാൾ? ഇല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാട്ടോ. നല്ല അടിപൊളിയായി ചെയ്തു. ചെയ്തിരുന്നു അല്ലേ? നല്ല കണക്ട് ആയി, നല്ല ഫീലായി. താങ്ക് യു മാം, താങ്ക് യു. ഏതായാലും സന്തോഷം. ഞാനിപ്പം കുറെ ആയിട്ട് ഈ തുടക്കം മുതൽ മെഡിറ്റേഷൻ ലാസ്റ്റ് വരെ ശ്രദ്ധ വിടാണ്ട് നന്നായിട്ട് അത് ആസ്വദിക്കാൻ പറ്റി. താങ്ക് യു സർ. നസീമ മാം അല്ലേ? താങ്ക് യു മാം. നസീമ അല്ലേ കഴിഞ്ഞ ദിവസം ബുക്ക് വാങ്ങിയിരുന്നല്ലേ? ഏതോ ഒരു എനിക്കൊന്നു ഗ്രോത്ത് എക്സിൽ. ഗ്രോത്ത് എക്സിലുള്ള നസീമ മാം. യെസ് യെസ്. ഓക്കെ, ഏതായാലും താങ്ക് യു മാം. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ എഴുതിയാ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞു തന്നെ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഓരോ ചിന്തകളിലേക്ക് പോണ സമയത്ത് ശരിക്ക് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വിജയവും അതേപോലെ ആന്തരിക സമാധാനവും എന്നുള്ള ടോപ്പിക്ക് പറയുന്ന സമയത്ത് ഇവിടെ ഓരോരുത്തർക്ക് എന്താണ് ഷീബ മാം ആണ് ബുക്ക് വാങ്ങിയത് അല്ലേ? ഓക്കെ മാം, താങ്ക് യു. ഷീബ മാം സ്ഥിരമായിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുൾ സപ്പോർട്ടാണ്. താങ്ക് യു മാം. ഓൾ ഓൾ താങ്ക് യു. ഏതായാലും എന്താണ് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. അവര് ഭയങ്കര സക്സസ്ഫുൾ ആണ്, ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ഓരോരുത്തരുടെ മൈൻഡിൽ ഒരാളുടെ സക്സസ്സിനെ, നിങ്ങളുടെ ലൈഫിലെ സക്സസ്സിനെ അളക്കുന്നത് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? കമന്റിൽ പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അങ്ങനെ പറയാം. ഇത് നമ്മളെ ഗ്രോത്തെക്സ് പോലെ ഫുള്ള് മ്യൂട്ട് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. പിന്നെ മെഡിറ്റേഷന്റെ സമയത്ത് മാത്രം മ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോരുത്തർ? ഒരാൾ സക്സസ്ഫുൾ ഗവൺമെന്റ് ജോബ് കിട്ടുന്നതാണ് ഫിദ മാമിന് സക്സസ്ഫുൾ. വേറെ ആൾക്കാർക്ക് ദിയ മാം പറയുന്നത് സമാധാനം ഉള്ള ആൾക്കാരാണ് സക്സസ്ഫുൾ. പീസ് അല്ല, അതൊക്കെ ഓക്കെ. പീസ്ഫുൾ മൈൻഡ്, ഇന്നർ പീസ്, സമാധാനം, പീസ്. അതിപ്പോ നമ്മളെ ഈ സബ്ജക്റ്റ് 70% ബ്രീത്തിങ് ടൈമിൽ ഇമാജിൻ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ഉള്ളിലേക്കും സ്മോക്ക് പുറത്തേക്കും, എന്തോ ഒരു എനർജി. ഓക്കെ, താങ്ക് യു. അഫീഫ മാം ഹാപ്പിനെസ്, സമാധാനം, മെന്റൽ ഹെൽത്ത്. നമ്മളെ ടോപ്പിക്കിൽ ആന്തരിക സമാധാനം എന്നുള്ളതുകൊണ്ടായിരിക്കില്ല എല്ലാവരും അവസാനം പുഞ്ചിരിക്കാൻ സാധിക്കുക. ഓക്കെ, പീസ്, പീസ്ഫുൾ ലൈഫ്. ഓക്കെ, എല്ലാവരും ഇന്ന് പീസോ പിടിച്ചിരിക്കുന്നത്. നമ്മളിന്ന് വിജയം എന്ന് മാത്രമുള്ള സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോ കോടീശ്വരനാവുക, അല്ലെങ്കിൽ ഭയങ്കര മൊഞ്ചുള്ള ആളാവുക, കാണാൻ ഭയങ്കര ഭംഗി, അല്ലെ ഫെയിം, അല്ലെ വലിയ കാറ്, ലക്ഷറി ലൈഫിന്റെ പർപ്പസ് കണ്ടെത്തുന്നു. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, അതന്നെ. പലപ്പോൾ ശാരീരിക സൗന്ദര്യം, നല്ല പ്രൊഫഷനോ ബിസിനസ്സോ വിത്തോ, പല രീതിയിലാണ് പലർക്കും സക്സസ് എന്നുള്ള രീതിയിൽ. നമ്മൾ ഇപ്പം
നമ്മള് ഈ എന്താണ് മുകേഷ് അംബാനി സാർ നമ്മൾ പറയുന്ന സമയത്ത് സക്സസ്ഫുൾ ആണെന്നല്ലേ പറയ പൊതുവെ. നമ്മൾ പൊതുവെ ബ്രാൻഡ് ആയിട്ടുള്ളത് പൈസ കൂടുതലുള്ള ആൾക്കാരാണ്, നമ്മൾ പൊതുവെ പൈസയും കൂടുതലുള്ള ആൾക്കാരാണ് നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് പറയാറ്. അതേപോലെ പൊടികൾ, അതേപോലെ ഇപ്പം എലോൺ മസ്കിനൊക്കെ ശരിക്കും ഒരു മിനിറ്റിൽ 20 കോടിയൊക്കെയാണ് ഏർണിങ്സ് ഉള്ളത്. ഇതേപോലുള്ള ഒരാളായിരുന്നു നമ്മളുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള സാറ്. അപ്പം സാറിന് ഏകദേശം 9,000 കോടി രൂപ ആസ്തി ഉണ്ടായിരുന്നു. പക്ഷെ ആള് ആത്മഹത്യ ചെയ്തു. അപ്പൊ എവിടോ നമ്മള് പലരും, ഇപ്പൊ നമ്മൾ സമാധാനം എന്നുള്ള ടോപ്പിക് തന്നെ ഉള്ളതുകൊണ്ട് സമാധാനം എന്ന് പറഞ്ഞതല്ലാതെ പലരും മൈൻഡിൽ നമ്മൾ പ്രോഗ്രാംഡ് ആയിട്ടുള്ളത് വലിയ ജോലി, വലിയ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സക്സസ്ഫുൾ. വലിയ കാറ്, വലിയ വാച്ച്, വലിയ വീട്, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് സക്സസ്ഫുൾ എന്നുള്ളൊരു അറിയാതെ നമ്മൾ എപ്പോഴോ പ്രോഗ്രാംഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സമയത്തും വിജയത്തിന്റെ അടിസ്ഥാനമാക്കി പറയുന്നതെല്ലാം ഒട്ടുമിക്ക കാര്യങ്ങളും ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. അല്ലെ? ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ? ഇത് ഞാൻ ഇന്ന് ആ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു എളാപ്പന്റെ വീട്ടില് ഒരു വല്യപ്പന്റെ അനിയൻ മീൻസ് ഏകദേശം 70 ചില്ലാൻ വയസ്സുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് നല്ല പ്രായമായിട്ട് ഇപ്പൊ അങ്ങനെ എണീച്ച് നടക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ, അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. മക്കളൊക്കെ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെ ആണ്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ച സമയത്ത് സൽക്കാരത്തിന് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാവുമല്ലോ, പല ഐറ്റം ഫുഡ് ഉണ്ടാവും. അപ്പോൾ എളാപ്പ ഇങ്ങനെ, ഉപ്പന്റെ എളാപ്പാണ് കേട്ടോ. അപ്പൊ എളാപ്പ ഇങ്ങനെ പറയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് സുഖമാണ്. ഇപ്പൊ ദാറ്റ് മീൻസ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അല്ല ഉള്ളത്. സംസാരിക്കാൻ ആ രീതിയിലൊക്കെ സംസാരിക്കുക, അങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറയാണ്, ഞങ്ങളൊക്കെ ആ ചെറുപ്പകാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കഞ്ഞിവെള്ളം ഉണ്ടാവും, ചിലപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒരു മറ്റേ ചക്കക്കുരു വേവിച്ചത്, പുഴുങ്ങിയത് ഒക്കെ, അങ്ങനത്തെ കറിയൊക്കെ, പിന്നെ കപ്പ, ടാപ്പിയോക്ക, പൂള പുഴുങ്ങിയത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരുപാട് ഭക്ഷണം, ആവശ്യത്തിലധികവും ഭക്ഷണം കിട്ടുന്നുണ്ട്, നമ്മളത് ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിങ്ങനെ കേട്ട സമയത്ത് സാഹചര്യങ്ങൾ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ പണ്ട് നമ്മൾ പല കാര്യങ്ങളും പുറത്ത് പോയി ചെയ്തിരുന്ന, ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ചാടുക, അങ്ങനെ കുറെ മീൻ പിടിക്കാൻ പോവുക, അങ്ങനത്തെ കലാരൂപങ്ങൾ മൊത്തം ഇപ്പൊ ഇങ്ങനെ എടുത്തെടുത്ത് മൊത്തം ഫോണിലേക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഞാൻ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ അല്ലാതെ രീതിയിൽ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് നമ്മൾ സമാധാനത്തിലാവുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയോളം നമ്മൾ ഇതൊക്കെ ഈ ഫെയിമോ അല്ലെങ്കിൽ പൈസയോ അതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫീലിങ്, എങ്ങനെ ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ ഒരു അലങ്കാരം മാത്രമായിട്ട് കൊണ്ടെടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഏത് സമയവും നഷ്ടപ്പെടാം. പക്ഷെ ദുനിയാവും ആഹിറവും, ഈ സക്സസ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്ന് പറയാറില്ലേ, അപ്പം പഠിച്ചവനെ നമ്മൾ മാക്സിമത്തിൽ, നമ്മൾ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ പഠിച്ചവനെ എന്താ മനുഷ്യന്മാരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കണതിന് പകരം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അതിന്റെ പിറകില് പടച്ചവന്റെ ഇഷ്ടം കൂടെ ഭക്ഷിച്ചുകൊണ്ട് ചിലപ്പം മറ്റുള്ള മനുഷ്യന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപ്ലിഫ്റ്റ്മെന്റ് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു ജോലിയോ ബിസിനസ്സോ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും പടച്ചവൻ എന്ന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കുള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അത് ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും നമ്മൾ നിസ്കാരം നമ്മൾ നിലനിർത്തും അല്ലേ. ഇപ്പം ഇസ്ലാം കാര്യത്തിൽ പെട്ട 6 കാര്യങ്ങളിൽ, അല്ല 5 കാര്യങ്ങളിൽ, ഒന്ന് ഷഹാദത്ത് കലിമ, രണ്ടാമത്തെ നിസ്കാരം, മൂന്നാമത്തത് സക്കാത്ത്. മാറിപ്പോകാണ്ടൊക്കെ പറയുമ്പോൾ ഇസ്ലാം കാര്യം കാര്യം മാറിപ്പോകാണ്ടൊക്കെ അവിടെ എഴുതി വെച്ചാട്ടോ. അപ്പോൾ
നാലാമത്തത് നോമ്പ്, അഞ്ചാമത്തത് ഹജ്ജ്. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും നമുക്ക് ഷഹാദത്ത് കലീമ പിന്നെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇസ്ലാം കാര്യത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഇളവുകളുണ്ട്. എങ്ങനെ നിസ്കാരമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇളവുകളുണ്ട്. ഇപ്പം സക്കാത്ത് ആണെങ്കിൽ തീരെ ഒട്ടും പൈസ ഇല്ലാത്ത ആ ഒരു സാഹചര്യം ആണെങ്കിൽ സക്കാത്തിന് ഇളവുണ്ട്. നോമ്പ് ഇപ്പം രോഗിയാണെങ്കിൽ നോമ്പിന് ഇളവുണ്ട്. ഹജ്ജ് ആണെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് ഇളവുണ്ട്. പക്ഷേ നിസ്കാരം എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഒരു രീതിയിലും എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കിപ്പോൾ എണീച്ച് നടക്കാൻ കഴിയില്ലെങ്കിൽ കിടന്നിട്ട് നിസ്കരിക്കുക. കിടന്നിട്ട് ഇപ്പം ഒന്നെടുക്കാൻ പോകാൻ പറ്റൂലെങ്കിൽ പറ്റുന്ന രീതിയിൽ കണ്ണുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പടച്ചോനുമായിട്ടുള്ള നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സമ്പത്ത് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് വിഷയം. സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ നമ്മൾ അതാണ് ജീവിതം എന്ന് വിചാരിച്ച് നടക്കുന്നതിന് പകരം അതൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും നല്ല രീതി നമ്മൾ പരിശ്രമിക്കണം. നമ്മളെ കുടുംബകാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പക്ഷെ അത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ച് നടക്കുന്നതിന് പകരം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ആ ഒരു വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ഉള്ളിൽ സമാധാനം എന്ന് പറയുന്ന സംഭവം മനുഷ്യന്മാർക്ക് തരാൻ പറ്റൂല. ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കും നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. അത് നമുക്ക് തോന്നും സമാധാനം ഭാര്യ തരുന്നത്, മക്കളാണ് തരുന്നത് ചില സമയത്ത് തോന്നും. പക്ഷെ അത് പടച്ചവൻ പറഞ്ഞ രീതിയിൽ ഭാര്യമാരോട് നല്ലോണം നിൽക്കുന്ന സമയത്ത് പടച്ചവൻ ഇട്ട് തരുന്നതാണ്. ഭർത്താവിനോട് നല്ലോണം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പേരൻസിനോട് നല്ല രീതിയിൽ പെരുമാറുന്ന സമയത്ത് പടച്ചവൻ ഇട്ട് തരുന്ന സാധനമാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചേസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം മണിയാണെങ്കിലും ഫെയിം ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്ന അതിനെ ചേസ് ചെയ്യുന്ന രീതിയിൽ പോകുന്നതിന് പകരം അത് ലൈഫിൽ വേണം. പക്ഷെ അതല്ല ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഒരു തോട്ടോട് കൂടിയിട്ട് വേണം എന്തിനു വേണ്ടി പ്രയത്നിക്കാം. അത് നമ്മൾ പറയും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഏതൊരു പ്രശ്നം ലൈഫിൽ വരുന്ന സമയത്തും ആ പ്രശ്നം കാരണം ആ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത ആ ഒരു ഡിഫിക്കൽട്ടി കാരണം നമ്മൾ പടച്ചവനിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹയറായിരുന്നു. അഥവാ നമ്മൾക്കൊരു ലൈഫിൽ ഒരു ബ്ലെസ്സിങ് വന്നിട്ട് ആ ഒരു എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയിട്ട് നമ്മൾ മെല്ലെ മെല്ലെ നിസ്കാരം ഒഴിവാക്കി മെല്ലെ മെല്ലെ ഇങ്ങനെ ആ കണക്ഷൻ പടച്ചവനുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ ലൂസായി പോകുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളുടെ ഷെറായിരുന്നു. ചിലപ്പം സമ്പത്തൊക്കെ നമുക്ക് പരീക്ഷണമായിട്ടും തന്നേക്കാം. ഇതിലൊക്കെ ഒരു കാര്യം എപ്പോഴും നോട്ട് ചെയ്യേണ്ടത് എന്താ അറിയോ, പട്ടിണി കിടക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നരകത്തിലെ ആ തീ തിന്നാണെങ്കിൽ തീയിൽ നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ലാത്ത നമുക്ക് നടക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കുറച്ചു നേരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പൊ എന്റെ കേസ് തന്നെ പറയട്ടെ, ഞാനിപ്പോ ഇവിടെ ഫാൻ ഇട്ടിക്ക് AC ഇട്ടിക്ക് എന്നിട്ട് ഞാനിങ്ങനെ വിയർക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇപ്പൊ ഇവിടെ നമുക്ക് ഈ വിയർപ്പും ഈ ചൂടൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ സാഹചര്യം മോശമായിരിക്കും എന്നുള്ളൊരു ചിന്ത എപ്പോഴും മൈൻഡിൽ വെക്കുക. എന്ത് എന്ത് രീതിയിലുള്ള ബിസിനസ്സോ ജോലിയോ എന്ത് ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരെ പറ്റിച്ചിട്ടും കബളിപ്പിച്ചിട്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാതെ വെറുതെ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് മെല്ലെ മെല്ലെ ഓല ഒഴിച്ചു നിർത്തുക. ഒരു രക്ഷയില്ലെങ്കിൽ അങ്ങോട്ട് പ്രതികരിക്കുക എന്നല്ലാതെ വെറുതെ അങ്ങോട്ട് പോയി മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സമാധാനക്കേട് ഉണ്ടാക്കാനോ ശ്രമിക്കാതിരിക്കുക. അതിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ ബുക്കിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സമാധാനത്തിന് വേണ്ടിയും പഠിച്ചവനുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നിസ്കാരം കറക്റ്റായിട്ട് നിലനിർത്തുക എന്നുള്ളത്. രണ്ടാമത്തത്, നമ്മൾ ഖുറാന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഒരായത്താണെങ്കിൽ ഒരായത്തിൻ്റെങ്കിലും അർത്ഥം ഒരു ദിവസം പഠിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ഒറ്റയടിക്ക് ഇപ്പം ചില ആൾക്കാർ പറയും നമ്മക്ക് ഖുറാൻ വായിച്ചാൽ അതിൻ്റെ അർത്ഥം വായിച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് മനസ്സിലാക്കി തരുന്നതും പഠിച്ചവനാണല്ലോ. ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പേർട്സിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്നുള്ള രീതിയിൽ കേൾക്കുക, ആലിമീങ്ങൾ അറിവുള്ള ആൾക്കാരുടെ.
അല്ലെങ്കിൽ നമ്മൾ തന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ പഠിച്ചോൻ ചിന്തിപ്പിച്ചു തരും. ആ മോനെ, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പടച്ചോനെ ഇത് നമ്മളെ ലൈഫിൽ നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ തോന്നും. അത് വായിച്ചോൽക്കറിയാം. അപ്പൊ ഞാനത് പറയാൻ കാരണം ചില ആളുകൾ അത് വായിക്കാത്തതിന്റെ കാരണം സാധാരണക്കാർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവൂല എന്നുള്ളൊരു ചിന്ത എവിടെയോ കയറിപ്പോയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇല്ല. നിങ്ങൾ വായിച്ച് കുറച്ചിങ്ങനെ 1, 2, 3 പ്രാവശ്യം ഇങ്ങനെ വായിക്കും, മെല്ലെ മെല്ലെ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കത്തി കത്തി തുടങ്ങും. അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ നമ്മൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം സ്പിരിച്വലി കണക്റ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ ഇപ്പം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു പോലും, ഓക്സിജൻ പോലും എവിടുന്ന് വരുന്നതാണ്? പടച്ചവനാണ് തരുന്നതെങ്കിലും അത് മരങ്ങളിലൂടെയാണ് വരുന്നത്. മരങ്ങൾ നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് അത് പിന്നീട് ഓക്സിജൻ ആക്കി തരികയും ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ രാവിലെ ഒക്കെ കുറച്ചേരം ഒന്ന് ഒരു സൺലൈറ്റും കുറച്ചൊരു ഒരു സൂര്യൻ ആ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി, സൂര്യപ്രകാശം ഏൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കുറച്ചൊന്നൊരു മരങ്ങളും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നല്ല പുറത്തിറങ്ങിയിട്ട് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം എടുക്കും പോലെയല്ല, പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ശ്വാസം എടുത്താൽ പോലും അത് അറിഞ്ഞ് നമ്മളത് ഫീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണ്. മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തെങ്കിലും രീതിയിൽ സഹായിക്കുക, ചെറിയൊരു പൈസ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുക്കുക, എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മളുടെ വീട്ടിലോ നമ്മളുടെ ചുറ്റുപാടിലുള്ള മരങ്ങൾക്ക് വെള്ളം, ഇപ്പൊ മഴക്കാലത്ത് വെള്ളം നനയ്ക്കാൻ പോണ്ട, അല്ലാത്ത സമയത്ത് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ മറ്റുള്ള ജീവജാലങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക, ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടെ ഒന്ന് 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 സെറ്റാക്കി എടുക്കാൻ നോക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, മനുഷ്യന്മാരാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ വെറുപ്പൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് പുറത്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പുറത്തു കൊടുത്തൊന്ന് ക്ലിയർ ആക്കിയിട്ട്, അങ്ങനത്തെ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഉപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് അങ്ങനെ ഒക്കെ ആയിട്ട് കുടുംബ ബന്ധങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് കണക്റ്റഡ് ആയി അവരെ പോയിട്ട് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. നമ്മളെ പെങ്ങന്മാരായിക്കോട്ടെ, ഉമ്മക്ക് തന്നെ, സ്വന്തം ഉമ്മക്ക് ആയിക്കോട്ടെ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് കുറെ കാലമായി ഉണ്ടാവും ചില ആൾക്കാരൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തോ, അതിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ അവർക്ക് കിട്ടുന്ന. അവരിപ്പോ നമുക്ക് തോന്നും അവര് തട്ടി മാറ്റുമെന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. എന്ത് പ്രശ്നങ്ങളിലുള്ള ആൾക്കാരാണെങ്കിലും പോയിട്ടൊരു കെട്ടി, അത് ശരിക്കും നമ്മളുടെ എന്താ ഹോർമോണുകൾ ഉണ്ടല്ലോ, ഈ ഡോസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ആ ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരു 6 സെക്കൻഡ് ഒക്കെ നിങ്ങൾ ഒരാളെ ഹൃദയം കണക്ട്, നമ്മൾ ഹഗ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഹൃദയങ്ങൾ ഇങ്ങനെ കണക്ട് ആവുകയാണല്ലോ, രണ്ട് ഇടത്തെ ഭാഗത്തുള്ള ഹൃദയം കണക്ട് ആവുക, അതിങ്ങനെ കണക്ട് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ നിന്നാണ്ടല്ലോ, അത് നല്ല നല്ല എനർജിയോട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര രീതിയിൽ ഹോർമോൺസ് സെക്രീറ്റ് ആവുന്ന കാര്യമാണ്. നമ്മളുടെ മെന്റൽ ക്ലാരിറ്റി കൂടും, നമ്മളുടെ മെമ്മറി പവർ, പല സംഭവങ്ങളും അതുകൊണ്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഡെയിലി ഒന്ന് ചെറിയ രീതിയിൽ ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഇപ്പം നിസ്കാരം പോലെ തന്നെ മറ്റുള്ള മതസ്ഥരാണെങ്കിലും ഇസ്ലാമിലുള്ള ആൾക്കാർക്കും ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാം. ചെറിയ രീതിയിലുള്ള ഒരു ഗൈഡഡ് ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത കൂടുതൽ ലക്ഷറിയസ് എന്നുള്ള രീതിയിൽ പോവാതെ ഉള്ളൊരു ചെറിയ നല്ല രീതിയിൽ ആ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ രീതിയിൽ ഒന്ന് സമാധാനത്തിലേക്ക് വരുന്ന രീതിയിലുള്ള കുറച്ച് തോട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന മെല്ലെ മെല്ലെ മൈൻഡ് ഒന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി നമ്മളുടെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഇപ്പം ഒട്ടുമിക്ക നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടുമിക്ക ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏത് യൂണിക് ടോക്കിൽ വരികയാണെങ്കിൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റി പറയാത്തൊരു യൂണിക് ടോക്ക് വളരെ വിരളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 5-10 കാര്യങ്ങൾ, 5 എണ്ണമാണ്, 5 എണ്ണം വെച്ച് തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതുക. ഇതിനെക്കാട്ടൊക്കെ ഇമ്പോർട്ടന്റ് നിസ്കാരമാണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പരിപാടിയും വരുന്നത്. ഇതല്ല ഇമ്പോർട്ടന്റ്, അതാണ്. അപ്പൊ അത് എല്ലാ സമയത്തും. പിന്നെ നിസ്കാരം കറക്റ്റ് ഉള്ള ആൾക്കാരും തഹജ്ജുദിലേക്ക് കൊണ്ടുവരിക. തഹജ്ജുദ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധ പോവാതുള്ള നിസ്കാരമല്ലേ, അതൊന്നും ഞാനും ഇപ്പോൾ ഫുള്ളായിട്ടൊന്നും എത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനു വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര സന്തോഷവും ഒരു ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിക്കുന്ന രീതിയിലുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ വരും അതിലേക്ക് ഇങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ.
നമ്മൾ പടച്ചോനോട് നേരിട്ട് സംസാരിക്കാൻ പോകില്ലേ, ശരിക്ക് പടച്ചോൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ്, നമ്മൾ പടച്ചോനോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തോ കയ്യെട്ടിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പടച്ചോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നെക്കാട്ടിലും മലക്കുകളോട് ചോദിക്കുക, എന്നെക്കാട്ടിലും വലിയ കാര്യങ്ങൾ അവനുണ്ടില്ലേ. അപ്പൊ മീൻസ് പടച്ചവനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ അവനുണ്ടില്ല. ഇപ്പൊ നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാൾ കഴുത്ത് തിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഭയങ്കര ഡിസ്റെസ്പെക്ട് തോന്നൂലേ. അതേപോലെ പടച്ചവനോട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു മാനസികാവസ്ഥ, ഞാനത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മെറ്റഫറിക്കലി പറഞ്ഞതാട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളൊരാൾ മുന്നിൽ നിന്ന് ആള് നമ്മളെ കേൾക്കാൻ റെഡി നിൽക്കുകയാണ്. അപ്പോ ആള് നിന്ന് പറഞ്ഞുകൂടട്ടെ, അള്ളാ സുബ്ഹാനഹു വ തആല ഇത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറെന്തോ ചിന്തിച്ച് പോകുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ നമ്മളെ പഴയ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിക്കുക, ഒന്ന് സംസാരിക്കുക. അപ്പം കുറേ കാലമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യാത്ത നമ്മളെ പല രീതിയിൽ സഹായിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. നല്ല മനുഷ്യന്മാരുണ്ട് നമ്മുടെ ലൈഫിൽ. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക, സംസാരിക്കുക. കാണാൻ പറ്റുന്നവരാണ് അടുത്തൊക്കെ ആണെന്ന് പോയി കാണുക. ആ രീതിയിൽ ഒന്ന് കണക്ഷൻ ബിൽഡ് ചെയ്യുക. പിന്നെ വേറൊരു സാധനം ഉണ്ട്, ഒരു അടിപൊളി സാധനം. ശരിക്കും എന്താ അറിയോ, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വരാൻ പഠിച്ചോൻ ഇപ്പൊ എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ പോലെ തന്നെ ഉള്ള വേറൊരു കാര്യമാണ് മനസ്സൊരു മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിജയത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടാനോ. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ദുആ ചെയ്യണേന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയും. പക്ഷെ അത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് വെറുതെ അതൊന്നും ഇങ്ങനെ ചിന്തിച്ചു കൊടുത്താണ്ടല്ലോ, പഠിച്ചോനെ ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവർക്കത് മാറ്റി കൊടുക്കണേ. അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ നമ്മളെ സഹായിച്ച കുറെ മെന്റേഴ്സും പല നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. നമ്മളെ വല്യമ്മ അങ്ങനത്തെ ആൾക്കാർ മാത്രമല്ലല്ലോ. അങ്ങനത്തെ ആളിപ്പം എൻ്റെ ലൈഫൊക്കെ ഒരു സദക്ക മുല്യാർ എന്ന ആളുണ്ട്. നാട്ടിൽ അറിയപ്പെടുന്ന ആ പേരില്ല. അത്രയും ഒന്നും ജീവിതത്തിൽ സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആള് മാക്സിമം ആൾക്കാരെ എങ്ങനെ സാധാ പൈസ കൊടുത്ത് സഹായിക്കലല്ല കേട്ടോ. മുപ്പര് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ശുശ്രൂഷിക്കാൻ ആൾക്കാരില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആൾക്കാരെ പോയിട്ട് കുളിപ്പിച്ചു കൊടുക്കുക, വസ്ത്രം മാറ്റിക്കുക, അത്രയും ആ രീതിയിൽ കരിക്കുന്ന ശരീരം വരെ വൃത്തിയായി കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക. അങ്ങനത്തെ മനുഷ്യന്മാരെ മാത്രമൊന്നല്ല, നമ്മളന്ന് കടന്നു പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ കബർ വിശാലമാക്കി കൊടുക്കാനും നമ്മളും ആ കബറിലേക്ക് പോകാനുള്ളതാന്നൊക്കെ ചിന്തയോടുകൂടി നമ്മളും ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ നമ്മളും അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കിടയാക്കുന്ന മനുഷ്യന്മാരായി മാറാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും നമുക്ക് വേണ്ടി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്താ അറിയോ, എനിക്കൊരു 5-6 വർഷം മുന്നേ നടന്ന ആക്സിഡന്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ആരോ ഒരു പ്രാർത്ഥന ആണ്. എൻ്റെ ഉമ്മൻ്റെതാണോ വാപ്പൻ്റെതാണോ ആരുതാണെന്ന് എനിക്കറിയില്ല, ആരോ ഒരാളെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ആ കാറ് കണ്ട മനുഷ്യന്മാരെന്നോട് ചോദിക്കും, ഇനി എങ്ങനെയാ മോനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നത്. ജീവനോടെ വരാൻ ഒരു ചാൻസും ഇല്ലാത്ത രീതിയിൽ ആ കാറിന്റെ പോലെ. അപ്പോൾ എപ്പോഴും വിശ്വസിക്കുന്ന ഏതോ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന. അപ്പൊ ആ രീതിയിൽ നിങ്ങളെന്നെ ഒന്ന് വെറുതെ മനസ്സിരുത്തി ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര ആൾക്കാരുണ്ടാവുന്നു. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, ചില ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കും വരൂല. അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ കൈൻഡ് ആയിട്ട് നമ്മൾ വിനയത്തോടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ചെറുങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കായിരിക്കാം. എല്ലാവരും തിരക്കുള്ള സമയമുള്ള ആൾക്കാർ ആരും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും തിരക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ എല്ലാം ഫ്രീ ആയിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പം ചെറിയ രീതിയിൽ പറ്റുന്ന രീതിയിൽ ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ നമ്മളെ ഭാര്യ ഭർത്താവ് മക്കള് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഫാമിലിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നല്ല, അല്ലാതെ തന്നെ നമ്മളുടെ ഫാമിലിനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി എവിടേക്കും ചെറിയൊരു യാത്ര കൊണ്ടുപോകലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കലോ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലോ, അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് പോലെ, നമ്മൾ ഈ റീലിൽ കാണുന്ന രീതിയിലുള്ള സർപ്രൈസ് അല്ല ടൈം ഉദ്ദേശിച്ച്, ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനുകൾ ഉണ്ടെങ്കിൽ
അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഡ്രഗ്സോ ആൽക്കഹോളോ അതിൽ പെട്ടൊരു കാര്യമാണ് കേട്ടോ ഫോണ്. ചിലവർ അതൊരു അഡിക്ഷൻ ആയിട്ട് കാണാറില്ല എന്ന് മാത്രം, അതും ഒരു അഡിക്ഷൻ ആണ് ഫോണ്. നമ്മളിങ്ങനെ ഈ ഡോപ്പമൈനിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്, നമ്മൾ എണീക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ചെറിയ ഓരോ സെക്കൻഡിൽ നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ ഇമോഷൻസ് ഇങ്ങനെ ഒന്ന് ഒന്ന് ഫൈറ്റ് ആയിരിക്കും, ഒന്ന് എന്തെങ്കിലും ന്യൂസ് ആയിരിക്കും, ഒന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അങ്ങനെ സോറി അങ്ങനെ ആ രീതിയിൽ പോകുന്നതിന് പകരം എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പുതിയ എന്തെങ്കിലും ലേണിംഗ് മെത്തേഡുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മനസ്സറിഞ്ഞ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. കുറ്റം മാത്രം പറയുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ നല്ലത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ദേശം കൊടുക്കും, നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പുറത്തുള്ള ആൾക്കാരോ ഒന്നുമല്ല, ക്ലാസ്സോ ടീച്ചറോ ഒന്നുമല്ല, അല്ലാതെ നമ്മളുടെ ഫാമിലിയിൽ തന്നെ പെട്ട ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, ഇപ്പം മാതാപിതാക്കളായിരിക്കാം, മക്കളായിരിക്കാം. അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും ഒരു ഉള്ളിന് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഉള്ളിൽ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെ ക്ലാസ് ഉഷാറായിട്ട് അപ്പോൾ ഞാനിങ്ങനെ പൊലിവാകുമ്പോഴുന്നത് തമാശ പറഞ്ഞ കേട്ടോ. പക്ഷെ പൊലിവാവെങ്കിൽ ആ സമയത്ത് അങ്ങനെ തോന്നുമെങ്കിൽ ഉള്ളിൽ ഹൃദയത്തിലേക്ക് എടുക്കാതിരുന്നാൽ മതി. ഹൃദയത്തിലേക്ക് കുറെ ആൾ നല്ല ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഹങ്കാരം കയറി പോകാണ്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ നല്ലത്, കാരണം ഒരുപാട് ആൾക്കാർ മോശം പറയുന്നവരും ഉണ്ടാവും. മോശം പറയുന്നവരോട് ഇഗ്നോർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ നല്ലത് പറയുന്നത് സ്വീകരിക്കണ്ടേ. നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നല്ലത് പറയുന്നത് നമ്മൾ സ്വീകരിക്കുക, അതാണ് വെക്കുക. നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, ആ രീതിയിൽ വെക്കുക. പിന്നെ ഉള്ളൊരു കാര്യമാണ് എല്ലാ ദിവസവും ഒന്ന് നമ്മളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ ഒന്നായിട്ട് മരിച്ചു പോയാൽ ചിലപ്പോൾ നമുക്ക് ചില കടങ്ങൾ വിടാനുണ്ടായേക്കാം. ചിലപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ പൊറുക്കപ്പെടലിന് ചോദിക്കാത്ത വെറുതെ ദേഷ്യം പിടിപ്പിച്ചോ വെറുപ്പിച്ചോ ചിലപ്പം ഈ ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്തത് നമ്മൾ മനസ്സിൽ കൊണ്ടെടുക്കണോ ഒക്കെ ഉണ്ടാവും. അതും നമ്മളെ ബാധിക്കുന്ന കാര്യം കേട്ടോ. നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്തത് മനസ്സിൽ കൊണ്ടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പടച്ചവൻ നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും പുറത്തു വരാൻ റെഡിയാ. പക്ഷെ നമ്മൾ പുറത്തു കൊടുക്കുന്നില്ല കാരണം എന്താ അർത്ഥം? പടച്ചവൻ എന്ത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ വേറൊരാളെ നമ്മളോട് ചെയ്ത് തെറ്റ് പുറത്തു കൊടുക്കൂല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കയറി വന്ന് നമ്മൾ പടച്ചവനെക്കാട്ടും മുകളിൽ പോയി. അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം കയറി അല്ലേ. പടച്ചവൻ പുറത്തു കൊടുക്കാൻ പറയുന്ന അവരുടെ നന്മക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് വിട്ടാളെ. പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ ബാക്കിലുള്ള ഇന്റൻഷൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം ദുനിയാവ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ എവിടെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആഹിറത്തിനെ പറ്റിയുള്ള ചിന്തയുണ്ടോ എന്ന് ആലോചിക്കാം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു ഫോക്കസും കൂടെ വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറച്ചൊരു സമയം നമ്മളിപ്പോൾ പറഞ്ഞതിൽ നമ്മളുടെ ആരോഗ്യം ശുശ്രൂഷിക്കുന്നതും കൂടെ, നമ്മൾ ഇപ്പം നല്ല നല്ല എയർ എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ശരീരം, ഇതൊന്നും നമ്മളുടേതല്ല. ഈ നമ്മളുടെ സമ്പത്തോ നമ്മളുടെ ആരോഗ്യമോ നമ്മളുടെ ശരീരങ്ങളോ നമ്മളുടെ മക്കളോ നമ്മളുടെ മാതാപിതാക്കളോ ഭാര്യ ഭർത്താവ് അതൊന്നും നമ്മളുടേതല്ല. അതൊക്കെ നമുക്ക് ഒരു കുറച്ച് കാലത്തേക്കൊന്ന് നോക്കി നടത്താൻ വേണ്ടി തന്നത് മാത്രമാണ്. ശരീരം പോലും ഇതൊന്നും നമ്മളുടെ ഇതൊക്കെ ഞാനാണ് എൻ്റെതാണെന്ന് വിചാരിക്കുന്നതിന് പകരം അപ്പോൾ ആ ശരീരം നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നതും നമ്മൾ പടച്ചവനോട് കാണിക്കുന്ന ഒരു നന്ദിന്റെ ഭാഗമാണ്. നമ്മൾ ആവശ്യമില്ലാതെ കുറേ ഫുഡും കഴിച്ച് മൊത്തം വലിച്ചു കയറ്റി നമ്മളെ ശരീരം തന്നെ ഷുഗറും കൊളസ്ട്രോളും വെച്ച് കയറ്റി ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ വരുന്നതിന് പകരം ഒന്ന് കൺട്രോൾ ചെയ്ത് ഭക്ഷണത്തിലാണെങ്കിലും നമ്മളുടെ എക്സസൈസിലാണെങ്കിലും ഒക്കെ ഒന്ന് കുറച്ച് ടൈം ഒന്ന് അതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ ഈ സ്പിരിച്വലി കണക്റ്റഡ് ആവാനും സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. കാരണം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരാണ് നല്ല രീതിയിൽ അവരുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങളെപ്പറ്റി നല്ല അവെയർ ആയിരിക്കും. എവിടെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കഴിയുന്നതും പെട്ടെന്ന് പ്രശ്നങ്ങൾ വരാണ്ട് കൂല മനുഷ്യന്മാരാണ്, തെറ്റുകളൊക്കെ വരും. പക്ഷെ അത് കഴിയുന്നതും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ. പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിൽ എന്തൊക്കെ വരുമാനം നമുക്ക് മാക്സിമം നമ്മൾ ശ്രമിക്കണം വരുമാനത്തിന് വേണ്ടി. പക്ഷെ ആ കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം എങ്ങനായാലും മിനിമത്തിൽ 2.5%
മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് വരുത്തുക. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 100 കോടി എനിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2.5 കോടി കൊടുക്കാനുള്ള മനസ്സോട് കൂടിയിട്ട് ചിന്തിക്കുക. 2.5 കോടി കൊടുക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ വളരണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ മാക്സിമം ഞാൻ 100 കോടി എന്നൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. നിങ്ങൾ 100 കോടി വേണമെന്നില്ല, പറ്റുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മറ്റുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സമയത്തും നിസ്കാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. എന്ത് തന്നെ വിഷയങ്ങൾ വന്നാലും അതൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ജോലി കുറച്ച് തിരക്കായി പോയി, അതല്ല ഇമ്പോർട്ടൻ്റ്. ഇതിന്റെ ഒരു നിസ്കാരത്തിൽ നിന്ന് അടുത്ത നിസ്കാരത്തിലേക്ക് നമ്മൾ ഉണ്ടോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ക്ഷമ എന്ന് പറഞ്ഞ സംഭവം, ക്ഷമ ഈമാന്റെ പകുതിയാന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത് ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തോറ്റു പോകുന്ന ഒരു മേഖലയാണ്. ക്ഷമിക്കാൻ പറ്റാണ്ട് നിൽക്കുന്നത്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് ആക്ഷൻസ് എടുക്കാനുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. നമ്മളിപ്പോ ടോപ്പിക്ക് വിജയവും സമാധാനമൊക്കെ ആണെങ്കിലും മാനസിക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പല പല ചെറിയ ചെറിയ ടിപ്സും സ്പിരിച്വലിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അല്ലാണ്ട് പുതിയത് ഞാൻ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം ഒന്ന് ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ. എല്ലാം അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ഈ മാൻഡേറ്ററി ആയിട്ടുള്ള നിസ്കാരവും ഖുറാനൊക്കെ പോലുള്ള കാര്യങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ മെല്ലെ 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 ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി ഇത് ബാലൻസ് ചെയ്ത് എല്ലാത്തിലും ഹെൽത്തിലും വെൽത്തിലും റിലേഷൻഷിപ്പിലും സ്പിരിച്വാലിറ്റി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളുടെ 96ാമത്തെ യൂണിറ്റ് ടോക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ എന്തെങ്കിലും ചീത്ത പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ചില ചീത്ത പറഞ്ഞാൽ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് സർ. ആർക്കെങ്കിലും പറയാണ്ടോ പറഞ്ഞോളൂ. എന്തെങ്കിലും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിലും പറയാട്ടോ. താങ്ക് യു. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. ആരാണ്? അഫീഫ മാം, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണ്? നസിൽക്കാണോ? നസിൽക്ക പറഞ്ഞോളൂ. നസിൽക്ക ഇപ്പം കയറിയതാണോ? നേരത്തെ ഉണ്ടായിനോ? നസിൽക്ക നമ്മളെ ഗ്രോത്ത് എക്സിലെ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. പറഞ്ഞോളൂ നസിൽക്ക, അൺമ്യൂട്ട് ചെയ്തൂടെ? അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അഫ്സൽക്ക, പിന്നെ ഞാൻ ക്ലാസ് പ്രയർ ടൈമിലൊന്ന് മിസ്സായി പോയിരുന്നു. എന്നാൽ പോലും ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്കൊരു മുന്നൊരു ക്ലാസ്സിൽ കിട്ടിയതാണ്. ആ ക്ലാസ്സിൽ കിട്ടിയപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഈ ഭൂമികയിൽ ചെയ്യാനുള്ള സംഗതി, അതായത് ഈ മനുഷ്യന്മാരുടെ മൊത്തത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് പിന്നെ 100-ലോ 1000-ലോ അല്ല പോലും, അതിനേക്കാൾ അപ്പുറം 10,000-ല് പിന്നെ 9,999.9 ദൈവിക നിയന്ത്രണത്തിലാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകൃതിയുടെ കാര്യമായാലും ശരി, ഒരു മനുഷ്യന്റെ ശാരീരിക ഘടനയിലായാലും ശരി. കാരണം ഞാനിങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പോലും അതിനുള്ള എനർജികൾ കിട്ടുന്നത് ഞാൻ അറിയാതെ എൻ്റെ അകത്തൊരു വലിയ ഫാക്ടറി സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും എന്തല്ല എന്റേതായ ഒരു 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 ഇതുമില്ല അതിൽ. അതൊക്കെ ഇങ്ങനെ ഒരു പിന്നെ ആരുടെയൊക്കെയോ അനുസരണക്ക് വിധേയമായിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇതിലുള്ള ഒരൊറ്റ ചോദ്യം അന്ന് അവർ ചോദിച്ചോളൂ. അതായത് ഇത്രയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ബാക്കി വരുന്നൊരു 1% ഉണ്ടല്ലോ, ആ 1 മാത്രമേ നമ്മുടെ കയ്യിലെങ്കിലും ഉള്ളൂ, അതും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. ഈ ഒന്നും കൂടെ അതിന്റെ പാതയിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരേ ഒരു സംഗതി. അത് മാത്രമാണ് നമ്മുടെ കടമ എന്നുള്ള രീതിയിലാണ് അന്ന് ഒരു ഭയങ്കരമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നത്. രണ്ടാമതായിട്ട് തന്നൊരു സംഗതി പിന്നെ പറയുന്നത് നീണ്ടു വോയിസ്, കാരണം മറ്റുള്ളവരുടെ സമയം ഞാൻ അപഹരിച്ചു എന്നുള്ള ഒരു തോന്നല് വന്നു. നമ്മളിന്ന് ലേറ്റ് ഒന്നല്ല. തന്നെ ഞാൻ നിസ്കാരത്തിന്റെ ഒരു സംഗതിയാണ് അത് നമുക്ക് എടുത്തുന്നത് എത്രയേ ഉള്ളൂ. ട്രംപ് ഇപ്പൊ നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ആ വിളിക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കും?
കാരണം അവർ വിളിക്കൽ എന്തായാലും അവരുടെ വൈറ്റ് ഹൗസിലേക്കായിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രധാനമന്ത്രി നമ്മളെ ഒരു ക്ഷണിക്കുകയാണ്, അവർ വിളിക്കല് നമ്മുടെ അവരുടെ ഹൗസിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഷെയ്ഖ് അവരുടെ പാലസിലേക്കായിരിക്കും ക്ഷണിക്കുക. ഇങ്ങനെയൊക്കെ ക്ഷണിക്കുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഇപ്പൊ അവര് 10 മണിക്ക് നെസ്റ്റിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അതിന് എത്തിപ്പെടാൻ ഒരു 9 മണിക്കെങ്കിലും അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കും. സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു ഭരണാധികാരിയുടെ ഒരു അധികാരിയുടെ പ്രതിനിധിയായിട്ട് അവിടേക്ക് എത്തിച്ചേരുമ്പോൾ എനിക്ക് എന്തായാലും ഞാനിപ്പോ ഒരു പ്രസിഡന്റിന്റെ ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടാവും. സ്വാഭാവികമല്ലോ, ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്തൊക്കെ ഒരു എക്സ്പോർട്ടിലായിരിക്കും ഞാൻ അവിടേക്ക് പോകുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വേറെ ടീമായിരിക്കും എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ചർച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അവരുടെ പ്രതിനിധികൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവരായിട്ടുള്ള മീറ്റിംഗ് വരിക, കാരണം ഞാൻ അവരുടെ അതിഥിയാണല്ലോ. എന്നിട്ട് എന്റെ നേരെ ഒരു ഓപ്പോസിറ്റാ പറഞ്ഞത്, ഈ 5 വക്തിലും അള്ളാഹു നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ. പിന്നീട് നമ്മൾ പള്ളിയിലേക്കുള്ള നടത്തം, ആ നടത്തത്തിൽ നമ്മളെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പോലീസായിട്ടുള്ള മലായിക്കത്തിങ്ങളെ നമ്മളിങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പാപമോചനം നേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പള്ളിയിലേക്ക് വെക്കുമ്പോൾ അവിടുന്ന് വേറെ ടീമാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോ ആ മലായിക്കത്തിങ്ങളെ നമ്മളിത് ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ കൂട്ടത്തിൽ പ്രതിനിധി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മലായിക്കത്തിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അവരുടെ ആമീനും നമ്മുടെ ആമീനും അള്ളാഹുന്റെ ആമീനും ഒക്കെ കൂടെ അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ അള്ളാഹു നമ്മുടെ എന്താ പറയാ ഉണ്ടല്ലോ, ഇമാമിന്റെ മാമൂമിന്റെ മലായിക്കത്തിങ്ങളോട് ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളൊരു വലിയ ഓഫറൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു നിസ്കാരത്തെ കുറിച്ചിട്ട്. അതില് അവസാനത്തെ ആ ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ, ഈ അത്തഹിയാത്തൊക്കെ. സത്യത്തിൽ ഞാൻ ഈ നിസ്കരിക്കുമ്പോൾ ഒന്നാമത് ഞാൻ പ്രയർ കോഴ്സ് കഴിഞ്ഞാണ്, പക്ഷെ അതിന്റെ മുന്നേ എനിക്കുള്ള ഒരു ഫീലാണ്. എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും നിസ്കാരത്തില്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ അസുഖമാണോ മറ്റേതാണോ എന്നൊക്കെ. കാരണം ഞാൻ ഈ നിസ്കാരത്തെ കുറിച്ചിട്ട് ഒരു സംഘടനാ തലത്തിൽ കിട്ടിയതാണെങ്കിൽ പോലും ഒരു വേറെ തലത്തിലാണ് എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ മുഴുവൻ കിട്ടിയത്. അതില് എന്താ പറയാ, ഈ അത്തഹിയാത്തിന്റെ ഒക്കെ ഒരു സാഹചര്യം അതില് ഹദീസിലാണെങ്കിൽ പോലും 2 അഭിപ്രായങ്ങളുണ്ട്. അത് അങ്ങനെയാണെന്നോ അല്ല എന്നുള്ളതും. എന്തായിരുന്നാൽ പോലും അള്ളാന്റെ റസൂൽ അങ്ങോട്ട് വിളിക്കുകയാണല്ലോ. ഈ വിളിച്ചിട്ട് അവസാനം ഒരു മീറ്റിംഗ് നടക്കുകയാണല്ലോ. കാരണം ഇന്നേ വരെ ഒരാൾക്കും കിട്ടാത്ത, നേരിട്ട് കാണാത്ത ഒരു സന്ദർഭത്തിലേക്ക് അള്ളാന്റെ പ്രവാചകനെ വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് വരാൻ പറയുമ്പോൾ ഇനി അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്താ പറയാ അനുമതിയില്ല എന്ന് പറഞ്ഞ് എനിക്കത് കടക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പ്രവാചകൻ പറയുന്ന സംഗതിയാണല്ലോ ഈ അത്തഹിയാത്തിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പ്രവാചകൻ അങ്ങോട്ട് സ്മരിക്കുന്നു, പിന്നീട് അള്ളാഹു അതിന് മറുപടി കൊടുക്കുന്നു, പിന്നീട് വീണ്ടും അള്ളാന്റെ പ്രവാചകൻ ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലായിക്കത്തിങ്ങൾ അടങ്ങുന്ന എല്ലാവരും കൂടെ പ്രഖ്യാപിക്കുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഒരു സംഗതിയിലൊക്കെ. അപ്പൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു സംഗതി ഉണ്ട്. കാരണം ഞാൻ അന്ന് ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ലല്ലോ, നമ്മൾ ആരും വന്നിട്ടില്ല. നമ്മുടെ ആത്മാക്കളൊക്കെ അവിടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ ആത്മാക്കളും അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവില്ല റബ്ബേ എന്നുള്ള ഒരു തലം. അതിന് ഹദീസിന്റെ മറ്റുള്ളതിന്റെ ഒന്നും അടിസ്ഥാനം എനിക്ക് അറിയില്ല, എന്നാൽ പോലും ഞാനിങ്ങനെ ആലോചിച്ചു പോവാറുണ്ട് ഇതിന്റെ ഒരു തലം എന്നുള്ള നിലക്ക്. അപ്പൊ ഈ പ്രയറിന്റെ സംഗതിയിലൊക്കെ ഞാന് ഈ ഒരു അർത്ഥത്തിൽ എന്നെ ഇങ്ങനെ കേട്ടത് കൊണ്ട് അതിന്റെ തലങ്ങളൊക്കെ എനിക്ക് വേറെ രീതിയിലാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ ഇൻഷാല്ല അതൊന്ന് ഞാൻ ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ മൈക്ക് എടുത്തത്. എനിക്ക് നസീൽക്കാൻ എനിക്ക് തോന്നുന്നു മുത്തിയുൽ ഹക്ക് ഉസ്താദിന്റെ അലിസ്ലാം മുത്തിയുൽ ഹക്ക് ഉസ്താദിന്റെ പ്രയർ കോഴ്സ് അല്ലേ ചെയ്തല്ലേ? പക്ഷെ ഞാൻ പ്രയർ കോഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ മുന്നേ എന്തുണ്ട് ഈ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കിട്ടിയിട്ട് പിന്നീട് ആ നിസ്കാരത്തിന്റെ ആ ഒരു കോഴ്സും കൂടെ ചെയ്തപ്പോ നിസ്കാരത്തിന്റെ കോഴ്സിൽ സംഭവം തരുന്ന കുറെ ബേസുകളാണ്. നമ്മളെ അറിവുകൾ മുഴുവൻ മാറ്റി വെച്ചിട്ട് ഒരു കാലി കപ്പായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുറെ എന്താ പറയാ സ്പേസുകൾ നമുക്ക് തരും. പിന്നീട് നമ്മുടെ കയ്യിൽ എന്തെല്ലാം അറിവുകളുണ്ടോ അതൊക്കെ ആ സ്പേസിലേക്ക് കുത്തി നിറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഉസ്താദിന് കിട്ടുന്നതിനേക്കാളും വലിയ ഫീല് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വന്നു പോകും എന്നുള്ള. അത് അല്ല അത് സത്യം പറഞ്ഞാൽ ഒരു കാരണം ഞാൻ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതിലേ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു പ്രോഗ്രാമാണ് അസ്വല പ്രോഗ്രാം മുത്തിയുൽ ഹക്ക് ഉസ്താദിന്റെ. തീർച്ചയായും. കാരണം ഞാൻ അതിന് വല്ലാത്തൊരു ശേഷവും ഞാൻ ആ ബാച്ച് 24-മത്തെ ബാച്ചിലാണ് പങ്കെടുക്കുന്നത്. അതിനുശേഷമുള്ള ഓരോ ബാച്ചിലേക്കും ഞാൻ എന്റെ അറിയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഞാൻ ഇങ്ങനെ കയറ്റാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് വേറൊന്നുമല്ല, കാരണം അത് ഉസ്താദ് പറയരുതെന്ന് പറഞ്ഞാണ്, എന്നാൽ പോലും ഞാൻ പറയാണ്.
ശരിക്ക് പിന്നെ ഞമ്മളെ നിങ്ങളീ മറ്റേ സൂഫി ഇത് കറങ്ങല് കറങ്ങിയിട്ടുണ്ട് ആ ലൈറ്റ് വെച്ചിട്ട്. ഓ ആ ലൈറ്റ് കറങ്ങുമ്പോ നമ്മൾ ഈ ഭൂമി വിട്ട് പൊന്തുമല്ലോ. ശരിക്കും ആ അല്ല ലൈറ്റ് അതൊന്നും ഇങ്ങനെ നിങ്ങൾ ഇവിടെ പറയണ്ട, ശ്രദ്ധിച്ചിട്ട് അതൊന്നും നിങ്ങൾ ഇവിടെ പറയണ്ട, അത് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അത് വെറുതെ അല്ല ഞാൻ അതിന്റെ അതിന്റെ ഒരു ഒരു എക്സ്പ്ലനേഷൻ എക്സ്ക്ലൂസിവിറ്റി പറഞ്ഞതേ പോക്കണ്ട. കാരണം അതല്ല അതിന്റെ സംഗതി. പക്ഷെ ഇതേ സാധനം നമുക്ക് എവിടെ ഫീൽ ചെയ്യും? ഈ നിസ്കാരത്തില് സുജൂദ് പോയിന്റ് നമ്മളിങ്ങനെ ഷാർപ്പ് ചെയ്ത് പിടിക്കുമ്പോ ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഫുള്ള് ഉയർന്നു പോകുന്നത്. ഒറ്റ പിന്നീടുള്ള പോയിന്റ്, നമ്മുടെ ഒരു സിംഗിൾ ആ പോയിന്റ്. പിന്നെ വേറെ സ്പേസ് ഇല്ല അതിന്റെ ഇടയിലേക്ക്. ഇൻഷാല്ല ഞാൻ ചെറിയ തിരക്കായി അപ്പോ ഞാനൊന്ന് ഓക്കെ തൽക്കാലം ഞാനിവിടെ ഓക്കെ ഉണ്ടാവും ഓക്കെ ഇൻഷാല്ല. ഓക്കെ 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 അസ്സലാമു അലൈക്കും. അടുത്തത് ആഫീഫ മാം പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സാർ. ഓക്കെ, അടുത്തത് സവാദ് മുഹമ്മദ് കൊണ്ടോട്ടി. സവാദ്ക്ക പറഞ്ഞോളെ. ഉസ്താദാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈ സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് പ്രത്യേകം കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാ. പറഞ്ഞോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം. ഞാൻ ഡ്യൂട്ടിയിലാണ്, എന്നാലും ഇതിന്റെ ഇടയിൽ ഇത് കേൾക്കാൻ കഴിഞ്ഞു. മാഷാല്ലാ, എല്ലാ സാറ്റർഡേയിലും നമ്മളെ സെഷൻസ് കേൾക്കാറുണ്ട് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതില് പാരന്റിങ്ങിനെ കുറിച്ചായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ്സും കൂടി ആയതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ ഒന്നും കൂടി താല്പര്യം കൂടിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വെള്ളിയാഴ്ചകളിൽ നമ്മളെ ഡോക്ടേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ ആ സെഷന്റെ ടൈം ആവുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടേണ്ടത് എന്നുള്ളത്. എന്ന പോലെ തന്നെയാണ് ശനിയാഴ്ചകളിലും ഏറെക്കുറെ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുക എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഡ്യൂട്ടിയിലായത് കൊണ്ടാണ് ഞാൻ, അതും ട്രാവലിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കാത്തത്. പ്രത്യേകിച്ച് ഇന്ന് മെഡിറ്റേഷന്റെ ഒരു ഭാഗം പറഞ്ഞല്ലോ, അതിൽ എനിക്ക് ഏറ്റവും ഹൈക്കായിട്ടുള്ളത് നമ്മൾ രാവിലെ എണീറ്റ മുതൽ നമുക്ക് കേൾവി ശക്തി വരുന്നു, കാഴ്ച വരുന്നു, സംസാര ശേഷി വരുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത് നമുക്ക് എവിടുന്ന ഉണ്ടാകുന്നത്? ഇപ്പൊ ഞാന് പറയാറുണ്ട്, ബർത്ത്ഡേ എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ കാണുന്നത്. എല്ലാ ദിവസവും നമുക്ക് പടച്ചോൻ തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അതായത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ആ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ എന്നുള്ള ദിക്ർ ചെല്ലുന്നത്. പക്ഷെ ഇതും കൂടി അതിലേക്ക് മനസ്സിലായപ്പോ ഭയങ്കര ഇതായിപ്പോയി, ഒരു ഗ്രേറ്റ്ഫുൾ ആയിപ്പോയി. മാഷാല്ലാ, അത് ഈ സെഷനിൽ കിട്ടിയ ഒരു പാടാണ്. അതേപോലെ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് അതില് പടച്ചോനിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് ആ ഒരു വിഷയം ഹൈറാണെന്നുള്ളത് പഠിപ്പിച്ചെന്നു. അതേപോലെ ഇപ്പം നമുക്ക് ഇപ്പം ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒരുപാട് റിലേഷൻസ്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അങ്ങനെ ഒരുപാട് റിലേഷൻസ് പടച്ചോൻ നമുക്ക് തരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഈവൻ നമ്മുടെ ബോഡി വരെ നമുക്ക് പടച്ചോൻ കുറച്ചു കാലത്തിന് തന്നതാണ്. അതിനെ നന്നായി പരിപാലിക്കാൻ കഴിയുക എന്നുള്ളത്, അതിന്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാക്കിയത് മാഷാല്ലാ ഈ ഒരു സെഷനിലൂടെയാണ്. അതുപോലെ ഈ അവസാനം പറഞ്ഞല്ലോ, അതായത് 99% കാര്യങ്ങളും പടച്ചോനാ ചെയ്യുന്നത്, ആകെ 1% കാര്യം മാത്രം നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആ 1% പടച്ചോനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ദൗത്യം. അത് ചെയ്യാന്നുള്ളത് മാഷാല്ലാ. അതൊക്കെ എന്താന്ന് പറയാ, ഈ ഒരു സെഷനിൽ കിട്ടിയ ഒരുപാട് പുതിയ അറിവുകളാണ് കേട്ടോ. അപ്പം എനിക്ക് അത് ഇവിടെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചൊരു വലിയ സന്തോഷം. അൽഹംദുലില്ലാഹി കുല്ലിയാൽ. പ്രത്യേകിച്ച് സാറിനെ ഒന്ന് നേര് കാണാൻ പൂതിയുണ്ട്. ഞാന് മിസ്നാമെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനെ നേരിൽ കാണാൻ എന്തൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ കഴിയാന്നുള്ള വിഷയങ്ങളൊക്കെ. ഇൻഷാ അല്ലാ അതൊരു നല്ലൊരു ബന്ധായിട്ട് മാറട്ടെ എന്നും കൂടി ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാ. ജസാക്കുമുല്ലാഹു ഖൈറ. വയ്യാക്കും ആമീൻ ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം സാറേ. ഏതായാലും നിങ്ങൾ നേരിട്ട് കാണുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മളുടെ അടുത്ത യുണീക്നെസ് ഫെസ്റ്റ് വരുന്നുണ്ട് ഓഗസ്റ്റ് 9 പറ്റുകയാണെങ്കിൽ അതിന് ജോയിൻ ചെയ്തോളി. കോഴിക്കോട് ടിയാര ഹോട്ടലിലാണ്. അല്ലാണ്ടും ഓഫീസിൽ വന്നാൽ കാണാം കേട്ടോ ഇൻഷാ അല്ലാ. ഏതായാലും സന്തോഷം. പിന്നെ അതിൽ നേരത്തെ നസീൽക്ക പറഞ്ഞപ്പോൾ ആണ് ശരിക്കും ഞാനത് ചിന്തിച്ചേട്ടോ. ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചോനാ ചെയ്യുന്നത്. നമ്മളുടെ ശ്വാസം മുതൽ നമ്മളുടെ ശരീരവും, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ശ്വാസം വർക്കിംഗ് ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്. നമ്മള്
നമ്മൾക്ക് എഫേർട്ട് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്ത് കാര്യത്തിലും എഫേർട്ട് എടുക്കൽ മാത്രമാണ് നമ്മളുടെ ഭാഗത്തുള്ള ഒരു ഇത്. അതിന്റെ റിസൾട്ട് തരിക ഇപ്പൊ എന്ത് പരീക്ഷ ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അതിന്റെ റിസൾട്ട് തരുന്നത് പടച്ചോനാണ്. ഇപ്പം പ്രാർത്ഥനയിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നേരത്തെ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞത്, ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഹൃദയം അറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആമീൻ പറയും മലക്കുകളാണ്. എങ്ങനെ നമ്മൾ ഹൃദയം അറിഞ്ഞാണ്, നമ്മൾ അത്രയും കണക്റ്റഡ് ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിലേക്ക് മലക്കുകളും ആമീൻ പറയുന്നതാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാരെക്കാട്ടിന് എന്തായാലും പഠിച്ചവനെ കുറച്ചും കൂടെ ഇതുണ്ടാവും മലക്കുകളാണല്ലോ. അപ്പോൾ ആ ഒരു ആമീൻ കിട്ടണമെങ്കിൽ അത് ഹൃദയം അറിഞ്ഞുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ലൈഫിൽ ഒരു ഭാഗമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാ. ഏതായാലും സന്തോഷം സവാദ് ഭായി, ദ്വാലക്ക് ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാ. അടുത്തത് അഫീഫ് അമേൻ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്ലാം. അമേൻ പറഞ്ഞോളൂ. ക്ലിയർ ഇല്ല. ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹു ഖൈറൻ. നല്ല ക്ലാസ് ആയിരുന്നു. ഇല്ല. ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. അല്ല ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവിടെ നിന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു അല്ലേ. എന്നാല് ദിയ മാം നേരത്തെ അൺമ്യൂട്ട് ചെയ്തിരുന്നല്ലോ. ദിയ മാം പറഞ്ഞോളൂ. അഫീഫ മാം കേട്ടിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു എന്നുള്ളത് കേട്ടു. ദിയ മാം പറഞ്ഞോളൂ. അൽഹംദുലില്ലാ നല്ല ക്ലാസ്സിനു. പിന്നെ എനിക്കിങ്ങനെ എല്ലാരും പറയണ പോലെ നല്ല ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല. ഞാനിപ്പോ വീട്ടിലിങ്ങനെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും, പക്ഷെ ഇങ്ങനെ ഈ കൂട്ടത്തിൽ അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് കഴിഞ്ഞു. മെഡിറ്റേഷൻ ഒക്കെ നല്ല അടിപൊളിയായി കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ കുറെ പുതിയ അറിവുകൾ കിട്ടി നമുക്ക്. അപ്പം നമ്മളോട് പറയണ്ടല്ലോ എംറ്റി കപ്പായിട്ട് ഇരിക്കണമെന്ന്. അപ്പൊ നമ്മളൊരു കുട്ടികളെ മനസ്സിലിരിക്കുമ്പോ നമുക്ക് കുറെ അറിയണ കാര്യങ്ങളുണ്ട്, കൂട്ടത്തിൽ ഇപ്പൊ അറിയാത്ത കുറെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടി. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താ പ്രശ്നം വെച്ചാല് ഒക്കെ അറിയും. മീൻസ് എന്റെ കാര്യം പറയണേ, ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ ടൈമിൽ ഞാൻ കരുതും എല്ലാം ചെയ്യണം എന്ന്. മീൻസ് എന്നെ കൊണ്ട് കഴിയണ പോലെയൊക്കെ ചെയ്യണം, ഓക്കെ ചെയ്യും, അങ്ങനെയൊക്കെ കരുതും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ മടി തുടങ്ങി. മീൻസ് മൊത്തമായിട്ട് പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. വളരെ കുറച്ച് കാര്യം ചെയ്തെങ്കിലേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അല്ല മാം, അത് എന്ത് കാര്യം ചെയ്യുമ്പോഴും കഴിയുന്നതും ചെറിയ രീതിയിൽ തുടങ്ങാൻ ശ്രമിക്കുക. ഏറ്റവും ചെറിയ തുടങ്ങാൻ മെല്ലെ 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 ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ കരുതും. ഇപ്പം അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആണെങ്കിൽ എന്നോ എഴുതണം കരുതും. എനിക്കറിയാം കുറച്ച് മുന്നേ ഒരു 1 year 2 year ആയിട്ട് അറിയാം എഴുതിയ നല്ല റിസൾട്ട് ഉണ്ടാവുന്നൊക്കെ. പക്ഷെ തുടങ്ങി വെക്കും എപ്പോഴും. ഇപ്പം ഇപ്പോഴത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജൂലൈ 1 തുടങ്ങി. 1-ാം തീയതി നല്ല അടിപൊളിയായിട്ട് എഴുതി. പിന്നെ 2-ാം തീയതി എപ്പോഴത്തെ എനിക്ക് മടി. പിന്നെ കുറെ ദിവസം ഞാൻ ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഇപ്പം ചില ടൈമിൽ നമുക്ക് ഒഴിവുണ്ടെങ്കിലും നമുക്കത് ചെയ്യാനൊരു മടി. അതിപ്പം ഇന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇൻഷാല്ലാ നിസ്കാരം പിന്നെ നമ്മള് നിസ്കാരം ചെയ്യുമല്ലോ, മീൻസ് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പം എന്തായാലും നല്ല ക്ലാസ് ചെയ്യുന്നു. ഇപ്പം മെഡിറ്റേഷനിലും ഇപ്പൊ ലാസ്റ്റ് മറ്റേ നാസിൽ സാർ പറഞ്ഞതിലും കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പം താങ്ക് യു സർ. താങ്ക് യു മാം. അൽഹംദുലില്ലാ. അടുത്തത് ഐഫോൺ. എനിക്ക് നമ്മളെ ഉസ്താദാണ്, ഷെരീഫ് ഉസ്താദാണത്, അറിയുന്ന ആളാണോ? ഹലോ ഹലോ ഹലോ. എന്റെ പേരുണ്ടാവും അല്ലെ? എന്റെ പേര് ഫയാസ്. ഫയാസ് ആണല്ലേ? ഓക്കെ ഓക്കെ. നമ്മളെ ഗ്രോത്ത് എക്സിലുള്ള ഫയാസ് ഭായി ആണോ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, പറഞ്ഞു. ഒന്നുമില്ല, അതായത് നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. മനുഷ്യന്മാരാണ്, പല രീതിയിലുള്ള സ്കില്ലുകൾ ഉണ്ടാവും നമുക്ക്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്കില്ലിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്
അത് ഇരുന്ന് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അത് ഞങ്ങളുടെ ഒരു യുണീക്നെസ് കോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ. അത് ഒന്നാമത് ഫസ്റ്റ് അത് നമ്മൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് ഉള്ളിൽ കുറെ ട്രോമകൾ കയറിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടാണെങ്കിലും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനും ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് ഒക്കെ ചെറുപ്പത്തിലേ ഉള്ള കുട്ടികളാണെന്ന് വിചാരിക്കാം. അവർക്ക് ഇപ്പോൾ ചെറുപ്പത്തിൽ അവരുടെ പാരൻസിന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾ എവിടാ വരച്ചു തുടങ്ങുക? അവര് സ്ലൈറ്റിലോ അല്ലെങ്കിൽ ബുക്കിലോ സ്ലേറ്റ് അല്ലല്ല, സ്ലേറ്റിലും ബുക്കിലും അല്ല അവർ ആദ്യം വരയ്ക്കുക. ആദ്യം അല്ലെങ്കിൽ വരയ്ക്കുക ബെഞ്ചിമേല്. വീടിന്റെ ചുമരുമ ആ ബെഞ്ചുമേലും വീടിന്റെ ചുമരുമലൊക്കെ. ആ, ആ, ആ. അപ്പൊ വീടിന്റെ ചുമരുമല് വരച്ച് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോ ഉണ്ടാവും ചില പാരന്റ്സിന് അത് സ്കില്ലാണ്, ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കാതെ ആ ഒരു ഒറ്റ പറച്ചില വരയ്ക്കുന്ന കൊള്ളാം, ഇനി ആ മതിൽമേൽ വരച്ചാല് ആ രീതിയിൽ ചിലപ്പോൾ ഷൗട്ട് ചെയ്യേ അങ്ങനത്തെ ഒരു ചിലപ്പോൾ ചെറുപ്പത്തിലെ ഒരു ഇന്നർ ചൈൽഡ് ട്രോമ ആ ഒരു രീതിയിൽ കയറിപ്പോയിട്ടുണ്ടാവും. ഇതേപോലെ ചില സാഹചര്യങ്ങളിൽ പല ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നുള്ള കളിയാക്കലുകൾ കാരണോ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ആ ട്രോമ ഹീലിംഗ് ആദ്യം അവരുടെ കഴിവുകളുമായിട്ട് കണക്ട് ആയിട്ടുള്ള ട്രോമ ഹീലിംഗ് ആദ്യം ചെയ്തതിന് ശേഷം നമ്മളൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവർക്കും ഡോമിനന്റ് ആയിട്ട് ഒരു 9 തരത്തിലുള്ള ഇന്റലിജൻസസ് ഉണ്ട്. അതിൽ ഒന്നോ രണ്ടോ എണ്ണൊക്കെ ഡോമിനന്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിന്റെ കോമ്പിനേഷൻ ഉള്ള ഒരു ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പഠിച്ചോന്റെ തൗഫീഖ് കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം നമുക്ക് സന്തോഷത്തോടു കൂടി എൻജോയ്മെന്റോട് കൂടിയിട്ട് ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ഓർമ്മശക്തി ആയിക്കോട്ടെ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി പവർ ഒക്കെ ആ ഏരിയയിൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാനിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം എനിക്ക് ആ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടന്റ് ഓഡിറ്റർ വർക്കൊക്കെ ഞാൻ ചെയ്തിരുന്നു, ബെസ്റ്റ് പെർഫോമർ ഒക്കെ ആവുകയൊക്കെ ചെയ്തിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഞാൻ ഹാപ്പി ഇല്ലായിരുന്നു ആ വർക്കിൽ. ഓരോ ദിവസവും 5 മണി 6 മണി വീട്ടിൽ പോവാലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ UAE വർക്ക് ചെയ്യുന്ന സമയത്ത്. റൂമിലേക്ക് പോവാലോ, സമയമാവുന്നില്ലല്ലോ. പക്ഷെ ഇപ്പം ഈ പ്രോഗ്രാമുകൾ, ഇവന്റുകൾ, ക്ലാസ്സുകൾ, സൈക്കോളജി ആ രീതിയിലേക്ക് വന്നപ്പോൾ പുതിയത് എന്ത് പഠിക്കും, പുതിയത് എന്ത് ചെയ്യും, ആരെ കണക്ട് ചെയ്യും, പുതിയ എന്ത് പ്രോഗ്രാം, അടുത്ത പ്രോഗ്രാം ഏത്, അങ്ങനെ 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 പുതിയത് ഇപ്പം അറിയുന്നവർക്ക് അറിയാം. ഇപ്പൊ ഷമീമ മാം ഒക്കെ ഇവിടെ ഉണ്ട്. ഷമീമ ഒക്കെ നമ്മളുമായിട്ട് ആദ്യമേ കണക്ട് ആയിട്ടുള്ള ആൾക്കാരാ. അപ്പൊ മാമിനൊക്കെ അറിയാം. മാം എനിക്ക് തോന്നുന്നു 2ാമത്തെ ഫെസ്റ്റിൽ തൊട്ടിട്ട് മാം വരുന്നുണ്ട്. 2ാമത്തേൽ വന്ന്, 3ാമത്തേൽ വന്ന്, എനിക്ക് തോന്നുന്നു 5ാമത്തേലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പല പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തത്. അപ്പം മാമിന് അറിയാം ഇപ്പം പുതിയ പുതിയ അപ്ഡേറ്റ്സ് മാം ഇങ്ങനെ കാണുന്നത്. അതിങ്ങനെ പുതിയ ചിന്തകൾ വരികയാണ്. ഗ്രോത്തെക്സ് ഇപ്പൊ അങ്ങനെ വന്നൊരു സാധനമാണ്. നോമ്പിന് ഇവന്റുകളൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഗ്രോത്തെക്സ് വന്നത്. അപ്പൊ അതിപ്പം സക്സസ്ഫുൾ ആയിട്ട് അൽഹംദുലില്ലാഹ് 2ാമത്തെ ബാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പം പുതിയ പ്രോഗ്രാമിനെ പറ്റി വേറെ പ്ലാൻ വന്നത് ഫറൂഖ് സെൻസി സാറിന്റെ ഒപ്പം ഒരു ലീഡെക്സ് എന്ന പ്രോഗ്രാം ഉണ്ട്. അതിപ്പം 2 ദിവസത്തിനുള്ളിൽ ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഭയങ്കര വർക്ക് ചെയ്യും ആ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനൊരു മൂഡ് ഉണ്ടാവില്ല, ആ കാര്യങ്ങൾ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ രീതിയിൽ നമ്മളിങ്ങനെ ഇഷ്ടമല്ലാണ്ട് ഇങ്ങനെ സാഹചര്യം കൊണ്ട് ആ ജോലി ചെയ്ത് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ടെസ്റ്റും ചെയ്യാൻ പറ്റും. എന്നെ കണക്ട് ചെയ്തോ, എന്റെ നമ്പർ നിങ്ങളുണ്ടല്ലോ ഓക്കെ ഇവിടെ ഓക്കെ. മൾട്ടിപ്പിൾ ഞാനൊരു ഇന്റലിജൻസ്. അക്കൗണ്ടന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ശരി. ട്രാവൽസിലെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടാ? ഈയിടെയായിട്ട് ഞാൻ ഒമാനിലായിരുന്നു, ട്രാവൽസിലായിരുന്നു. ഇപ്പൊ നാട്ടിലാണല്ല. അപ്പോ ഈയിടെയായിട്ട് ഞാനിങ്ങനെ കുറെ സ്പീച്ചുകൾ ഇങ്ങനെ കേൾക്കാറ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈയിടെയായിട്ട് സ്പീച്ചുകൾ ഇങ്ങനെ കുറെ ഞാൻ അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു, ഒരുപാട് സ്പീച്ചുകൾ. പിന്നെ സംസാരിക്കാനുള്ള എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NSS ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സംസാരിക്കാനുള്ള ഇത് കിട്ടി. അപ്പം കുറെ സ്പീച്ചുകൾ ഇങ്ങനെ കേൾക്കും, ഞാൻ തന്നെ സ്വയമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ആര് സംസാരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ജോലി മറ്റൊന്നും. അല്ല, ചിലപ്പം ഒരു സ്പീക്കറോ ഒരു പബ്ലിക് സ്പീക്കറോ കോച്ചൊക്കെ ആവാനുള്ള ആളൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റൂല. കാരണം എന്താ പറയാ, നമുക്ക് ഞാൻ ഇതേപോലെ ആയിരുന്നു. ഞാൻ ഇപ്പം അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ CA കോച്ചിങ് ഞാൻ ആദ്യം തുടങ്ങി. അപ്പോൾ CA ഇന്ററിന്റെ കോച്ചിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായി കണക്ട് ചെയ്തിട്ട്. മറ്റേ ടാക്സിന്റെ ലോണിന്റെ ഒക്കെ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു സാറുണ്ടായിരുന്നു, വിജയരാജ് സാർ എന്ന പേര്. ഭയങ്കര എക്സ്പെർട്ട് ഫാക്കൽറ്റി ആട്ടോ, ഭയങ്കര ഫേമസ് ഫാക്കൽറ്റിയാ.
അപ്പോൾ ആളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് കേൾക്കുന്നുണ്ടാവും, അതൊരു ഭാഗത്തൂടെ ഇങ്ങനെ പോട്ടെ. പക്ഷെ ക്ലാസ്സിന്റെ ഇടയിൽ സാറ് എക്സ്ട്രാഗ്യാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് 2-3 മണിക്കൂറുള്ള ക്ലാസ്സാണ് വരിക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സാറ് ലൈഫിലുള്ള കുറച്ച് ലെസൺസും സ്റ്റോറികളൊക്കെ പറഞ്ഞു ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെ പറ്റിയൊക്കെ അങ്ങനത്തെ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഞാൻ കറക്റ്റ് എഴുതി വെച്ചിട്ട് ഞാൻ ആദ്യം റഫായിട്ട് സ്പീഡിൽ ചെയ്തു. എന്നിട്ട് അത് വീട്ടിൽ റൂമിലെത്തിയ ഞാൻ ആദ്യം ചെയ്യുന്നത് അറിയോ, ആ റഫായിട്ട് എഴുതി വെച്ച് ഞാൻ എൻ്റെ ഡയറിയിലേക്ക് നല്ല ക്ലാരിറ്റിയിൽ എഴുതും. ആ നോട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ദാറ്റ് മീൻസ് അന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക്, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഫീൽഡിലേക്ക് വരാനുള്ള ആളാണോ, ഇവന്റുകൾ ചെയ്യാനുള്ള ആളാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് 2014 കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ കാരണം, അതേപോലെ ഞാൻ ഇങ്ങനെ മോട്ടിവേഷനും ജയ ഷെട്ടി അങ്ങനത്തെ ഓരോരോ ആൾക്കാരെ വീഡിയോ ഇങ്ങനെ കാണും. അങ്ങനെ ഈ മോട്ടിവേഷൻ അതേപോലെ സൈക്കോളജി ആദ്യം ട്രെയിനിങ് കോച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാർ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ചില ആളുകളൊക്കെയാണ് ഇപ്പോൾ പ്രോഗ്രാമിൽ വന്ന് ക്ലാസ് എടുക്കുന്നത്. സത്യം പറയും, വെറുതെ പറയില്ല. നമ്മൾ ഓരോ പ്രോഗ്രാമിൽ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോകുക. ജോസഫ് കുട്ടി ജോസ് സാറ്, പിന്നെ അലിയൻസ മുക്താർ സാറ്, അങ്ങനത്തെ ഓരോരുത്തരെ ഞാനിങ്ങനെ, റിയാസ് ഹക്കീം സാർ ആ സമയത്തില്ല, പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനത്തെ ഓരോ PM ഗഫൂർ സാറിനെ ട്രൈ ചെയ്ത് ലാസ്റ്റ് നിമിഷത്തിൽ മിസ്സായി പോയതാണ്. അപ്പൊ അങ്ങനത്തെ ഓരോ ആൾക്കാരെങ്ങനെ അതിങ്ങനെ കണ്ട് മാനിഫെസ്റ്റഡ് ആയതാണോ ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടാണോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ പഠിച്ചോന്റെ ഒരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഒരു നടുവിൽ നിൽക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ആളുകളിലേക്ക് ചില കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫാക്ടർ ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർഗനൈസിങ് സ്കില്ല്, ഇവന്റുകൾ, കാര്യങ്ങൾ ചെയ്യുക, ചെറിയ രീതിയിൽ സംസാരിക്കാനുള്ള സ്കില്ല്, അപ്പൊ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി. ഇപ്പം ഞാനിത് കൂടുതൽ സംസാരിച്ചില്ലെങ്കിലും നല്ല സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരിക, പരിപാടി നടത്തുക, ആ രീതിയിൽ എനിക്കൊരു ഏണിങ്ങും അതേപോലെ വരുന്ന ആൾക്കാർക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റും കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒന്ന് ഒന്ന് നമുക്കൊന്ന് ഇരിക്കുക, ഓൺലൈനായിട്ട് ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാ. സന്തോഷം. താങ്ക് യു. ഓക്കെ താങ്ക് യു. അടുത്തത് നമ്മളെ ഇലിയാസ്ക പറഞ്ഞോളേ. ഇലിയാസ്ക ഒരു ട്രെയിനറാണ്. അറിയാത്തവർക്ക് ഇലിയാസ് ഖാന്റെ ഫ്രൈഡേയില് ഇലിയാസ് ഖാന്റെ ക്ലാസ്സുകളും ഉണ്ടാവാറുണ്ട്. പിന്നെ ഗ്രോത്തെക്സിലൊന്നുള്ള പോയിട്ട് അതിൽ കയറരുത്. ഗ്രോത്തെക്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കയറിക്കോളേല്. കാരണം ഗ്രോത്തെക്സ് വെള്ളിയാഴ്ച നടക്കല്. ഇലിയാസ് ഖാൻ പറഞ്ഞോളേ. ഓക്കെ, സന്തോഷം. ഞാനങ്ങനെ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ നിസ്കാരത്തെ കുറിച്ചും തഹജ്ജുദിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ എല്ലാവരും വാത്തോരാതെ പറയുന്നുണ്ട്. അപ്പൊ എന്നെ പോലുള്ള നിസ്കാരത്തിലൊന്നും അത്ര ശ്രദ്ധ കിട്ടാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കുള്ളതും കൂടി പറയണല്ലോ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് ഉണ്ടാകും, പഠിച്ചവനെ ഇവരൊക്കെ നിസ്കാരത്തെ കുറിച്ചും ഈ തഹജ്ജുദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ആളുകളുണ്ടാകും, എന്നെ പോലെയുള്ള ആളുകളുണ്ടാകും. അപ്പോ അവർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊരു താഴ്മക്ക് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമുക്ക് നിസ്കരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത മനുഷ്യന്മാരുണ്ടാകും. പക്ഷെ നിസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റ് നിസ്കരിക്കുന്നുണ്ടാകും, കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നുണ്ടാകൂല. പക്ഷെ എന്താണെന്നറിയോ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നിസ്കാരം എന്നുള്ളത്. കാരണം അവനൊട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും പഠിച്ചവന് വേണ്ടി മാത്രം എണീറ്റിട്ട് നിസ്കരിക്കുകയാണല്ലോ. കോൺസെൻട്രേഷൻ ഒന്നും അയാൾക്ക് കിട്ടുന്നില്ല. സ്റ്റിൽ എന്റെ പഠിച്ചവന്റെ മുന്നിൽ ഞാൻ കുമ്പിടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്തയുണ്ടല്ലോ, അത് പഠിച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾ നന്നായിട്ട് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിസ്കാരം ഭയങ്കരമായിട്ട് നന്നാക്കി നിസ്കരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ട്, ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്യാവശ്യം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, ഞാൻ നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോ വന്നോ അത് കിബറാണെന്നാ പറയുന്നത്. അതായത് ഇബ്ലീസിന്റെ ഏറ്റവും വലിയൊരു ഇലിയാസ് ഖാൻ കട്ടായി പോയേ. കേൾക്കുന്നുണ്ടോ? ഞാനൊരു കോള് വന്നതിന്റെ ഇടയിൽ. ഇപ്പൊ കേൾക്കണ്ട. ഓക്കെ. വീഡിയോ ഓൺ അല്ലേ അല്ലേ? വീഡിയോ ഓൺ അല്ല, ഇപ്പൊ കിട്ടി. ഓക്കെ. അതായത് നമ്മള് ആ ഒരു നിസ്കാരത്തിൽ വല്ലാതെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പഴപ്പിക്കാനും വേണ്ടി ഇബ്ലീസ് എടുക്കുന്ന ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അത്യാവശ്യം ചെയ്യുന്ന ആളാണ് എന്നുള്ളൊരു തോന്നൽ. എപ്പോഴൊക്കെയാണോ നമ്മൾ ഇത് പോരല്ലോ ഞാൻ നന്നായിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാലത്തോളം നമ്മളൊക്കെ പഠിച്ചവന് പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറും.
ഈ ജാബിർ സുലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ എഴുതിയിട്ടുള്ള ഫക്കീറിന്റെ മിഠായികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു വരിയുണ്ട്. അത് അതിങ്ങനെയാണ്, ഞാൻ ഞാൻ എപ്പോഴും നേരത്തെ പറയാറുള്ളതാണ്. ഇല്യാസ്ക ആ ഞാൻ യെസ് നേരത്തെ പറഞ്ഞ മുത്തിയുൽ ഹക്ക് ഉസ്താദിന്റെ ഗുരുവാണ് ജാബിർ ആ സുലൈം യെസ് ഉസ്താദ്. മുത്തിയുലൊക്കെ ഇവിടെ ഈ എന്റെ ദുനിയാവിൽ സീനിയറാണ്. ഇതെന്തോ മുത്തിയുലൊക്കെ മാഷാ എന്റെ അല്ലാ. സീനിയറാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ അറബി കോളേജിലെ സീനിയർ ആയിരുന്നു. മാഷാ അപ്പോ അല്ലാ. അതില് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വരി ഇങ്ങനെയാണ്: അള്ളാഹുവേ, നിന്റെ കാൽപാദത്തിലേക്ക് എന്നെ ആവർത്തിച്ച് മടക്കുന്ന തിന്മകളെ കുറിച്ചല്ല എന്റെ ഭയം. നിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ ഗന്ധം പോലും ഏൽക്കാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നന്മകളിൽ നിന്നാണ് എനിക്ക് മോക്ഷം വേണ്ടത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു കേട്ടോ, നിന്റെ കാൽപാദത്തിലേക്ക് എന്നെ ആവർത്തിച്ച് മടക്കുന്ന തിന്മകളെ കുറിച്ച് ആലോചിച്ചല്ല എനിക്ക് പേടി. ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകൾ ചെയ്യുമ്പോൾ ഓരോ സമയവും ഞാൻ നിന്റെ കാൽപാദത്തിലേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് പേടിയില്ല. പക്ഷെ എനിക്ക് പേടി എന്താണെന്നറിയോ? നിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ ഗന്ധം പോലും ഏൽക്കാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നന്മകളിൽ നിന്നാണ് എനിക്ക് മോക്ഷം വേണ്ടത്. അതായത് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എത്രയൊക്കെ താല്പര്യമില്ലാതിരുന്നിട്ടും പടച്ചോന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, നിസ്കാരത്തിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ കുമ്പിടാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അത് ഒഴിവാക്കാതെ നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ ഏതെങ്കിലും ഒരു മൊമെന്റിൽ പടച്ചവൻ അത് സ്വീകരിക്കും. പിന്നെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രസമുള്ളതായി തോന്നും. പതിയെ പതിയെ അതിലേക്ക് കാത്തിരിക്കാൻ നമുക്ക് തോന്നി തുടങ്ങും. അത് ഭയങ്കര രസമാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പടച്ചവൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല്, ഉദോലി നിങ്ങൾ എന്നോട് ചോദിച്ചോളി കേട്ടോ. എന്ന് വെച്ചാല് ഒരു അബദിന്റെ ആവശ്യത്തിലേക്ക് പടച്ചവൻ ഇങ്ങനെ കണ്ണു നട്ടിക്കുകയാണ്. അത്രത്തോളം നമ്മൾ കാത്തിരിക്കണവന് വേറെ ആരും ഇല്ലല്ലോ. ചോദിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് തരാൻ വേണ്ടിയിട്ട്. അതുപോലെ അസ്തജിബിലേക്കും ഞങ്ങൾക്ക് തരുമല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ചോദിച്ചൂടെ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ ചോദിക്കാൻ, ഈ 5 നേരം നിസ്കരിക്കുമ്പോഴും ഈ നിസ്കാരത്തിന്റെ ശേഷം കുറഞ്ഞ നേരം പടച്ചവനോട്, പടച്ചവൻ എനിക്ക് എത്ര ആയിട്ട് ഇതിൽ കോൺസെൻട്രേഷൻ കിട്ടണില്ലല്ലോ എന്ന് ഒരു വട്ടമെങ്കിലും എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പടച്ചവൻ ആ ഹൃദയത്തിൽ ആ ഖുശൂ പടച്ചവൻ ഉണ്ടാക്കി തരും. അതിൽ പേടിക്കണ്ട. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ ഒരു ബാക്കി കൂടി പറയാണ് കേട്ടോ. നമ്മള് കുറെ ആളുകൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല്, ഞാൻ കുറച്ചും കൂടി ചില ആളുകൾക്ക് നന്നാവാൻ പേടിയാണ്. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ എന്നുള്ളതാണ് ചില ആളുകൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടോ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ തൗബ ചെയ്യാലോ, തൗബ ചെയ്യുമ്പോൾ കുറെ കാലം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ എനിക്ക് തൗബ ചെയ്ത് നന്നാവാലോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നടക്കുമ്പോ പിടിക്കാത്ത കൈ വീഴുമ്പോ എത്തി പിടിക്കാൻ പറ്റും നമ്മൾ ആലോചിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ശരിയാണ്. നടക്കുമ്പോ ഒന്ന് പഠിച്ചവൻ എന്ത് കാര്യത്തിലാണെങ്കിലും പഠിച്ചവന്റെ വിരൽത്തുമ്പ് പിടിക്കാൻ, പഠിച്ചവന്റെ കാര്യങ്ങളിലേക്ക് ഇന്റെ കാര്യം ഒന്ന് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണ്. നമ്മള് അഫ്സൽ മാജിദിന്റെ തന്നെ ഒരു പ്രോഗ്രാം നൂറ റൂഹ് സംഘടിപ്പിച്ച സമയത്ത് അതിൽ സെഷൻ നടത്തിയപ്പോൾ അതിലൊരാൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടായിരുന്നു: ഞാൻ എന്ത് കാര്യം വരികയാണെങ്കിലും ഞാൻ എന്റെ പടച്ചവനോട് വർത്താനം പറയും. പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര വെയിലാണെങ്കിൽ ഞാൻ പറയും, പടച്ചവനെ നല്ല വെയിലാണല്ലോ. എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, അപ്പൊ ആ സമയത്ത് നല്ല വെയിലുണ്ട്, ഞാൻ എന്റെ പടച്ചവനോട് പറയാണ്, പടച്ചവനെ എനിക്ക് നല്ല ചൂട് എടുക്കുന്നുണ്ട്, ഇതൊന്ന് ചുരുക്കി കൊണ്ടട്ടോ എന്ന് പറയുമ്പോൾ ആ ചിന്ത മതി. പടച്ചവനെ നമുക്ക് ചൂട്, ചിലപ്പം ആ വെയിൽ അതുപോലെ തന്നെ ഉണ്ടാകും, പക്ഷെ ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും പടച്ചവനോട് ചോദിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാലേ, അതുപോലെ അസ്തജബലക്ക് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും പടച്ചവനോട് നമുക്ക് ചോദിക്കാന്ന്. പടച്ചവൻ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ടുണ്ട്, ഒന്ന് നന്നാക്കി തരുമെന്ന് പടച്ചവനോട് ആരോടെ ചോദിക്കണം എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ നമുക്ക് ചോദിക്കാന്നാണ്. പടച്ചവൻ അത് ഇഷ്ടമാണ് എന്നാണ്. പടച്ചവനെ എത്ര വട്ടം പറയുന്നുവോ അത്രത്തോളം അല്ലാതെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഈ നിസ്കാരത്തിന്റെ ഒരു ഇത് അങ്ങനെയാണ്. നമ്മള് അത് നിലനിർത്തുക എന്നുള്ളതാണ്. ഖുർആനിൽ എവിടെയും നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറയുന്നില്ല. നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല പറയുന്നത്, നിസ്കാരം നിലനിർത്തണം എന്നാ പറയുന്നത്. നിലനിർത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ഖുശൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എത്രയൊക്കെ മടിയാണെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം പടച്ചവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മൾ പെടും. കുറേയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ആ തെറ്റുകളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ച ഒരുപാട് ട്രോമകളുടെ ആഫ്റ്റർ എഫക്റ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊക്കെ പടച്ചവന്റെ കുറെ അളവുകൾ നമുക്ക് ഉണ്ടാകും. പടച്ചവനില്ല എന്നും റസൂൽ ഇല്ല എന്നും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ എതിർത്ത് എത്രമാത്രം തെറി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, വലിയ തെറ്റുകളല്ലാത്ത തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഉള്ള നമ്മളെയൊക്കെ പടച്ചവൻ നരകത്തിലേക്ക് ഇടൂല എന്ന് നമ്മൾ ആദ്യം വിശ്വസിച്ചാൽ മതി. എന്റെ പടച്ചവൻ എന്നെ കൈവിടൂലല്ലോ എന്ന് വിചാരിച്ചാൽ മതി. ലൈഫ് ഒന്നുകൂടി ഈസി ആവും, പടച്ചവനോട് ഒന്നുകൂടി ഇഷ്ടം കൂടും എന്നുള്ളതാണ്. അപ്പോ എന്നെ പോലെ അത്ര ഖുശൂ ഒന്നും കിട്ടാത്ത മനുഷ്യന്മാരോടാണ് നിങ്ങൾ പേടിക്കണ്ട.
നമ്മുടേതും കൂടിയാണ് പഠിച്ചവന്, നമ്മുടേതാണ് പഠിച്ചവന്. അതിലൊരു പേടിയും വേണ്ട. ആ പഠിച്ചവൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് നന്നാവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഹൃദയത്തിലെ കരച്ചില് പഠിച്ചവൻ കേൾക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നമുക്ക് ഏറ്റവും രസമുള്ള ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്ന് തന്നെ ചെയ്യും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. പഠിച്ചവന് നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യട്ടെ. അത്രമാത്രം. താങ്ക് യു. ആമീൻ. ഏതായാലും ഇല്യാസ്ക അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇല്യാസ്ക ഞങ്ങൾ ഒരുമിച്ച് നൂറ റൂഹ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു, ഓഫ്ലൈൻ പ്രോഗ്രാം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഒരു പ്രോഗ്രാമിൽ, ഇനോണിൽ റിഫൈൻ എന്ന പ്രോഗ്രാമിൽ. അതേപോലെ ആളൊരു മദ്രസ അധ്യാപകനും കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങൾ ഇപ്പം ഹോപ്സപ്പ് എന്ന് പറഞ്ഞൊരു സെഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പേജൊക്കെ ഉണ്ട് ഇൻസ്റ്റയിൽ. വെള്ളിയാഴ്ചകളിലാണ് നമ്മൾ ഇതേപോലെ യുണീക് ടോക്ക് പോലുള്ള ഒരു സെഷനാണ്. ഏകദേശം 10 ആഴ്ചയൊക്കെ ആയില്ലേ ഇല്യാസ്ക? 7 ആഴ്ച 8 ആഴ്ച ഏകദേശം അത്ര ആയിട്ടുണ്ട്. അപ്പം 9 ആഴ്ചയായി മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞാൻ ഇങ്ങനെ ഈ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളും കൂടാണ്. അപ്പോൾ പറയുമ്പോൾ പറയാ എനിക്ക് ഇതൊന്നും കിട്ടൂല, മറ്റേ ഇതൊന്നും കിട്ടാല. അത് കാര്യമാട്ടെ, നമ്മൾ എത്ര ശ്രമിച്ചാലും അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം നമ്മളിങ്ങനെ മാക്സിമം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് താങ്ക് യു ഇല്യാസ്ക, താങ്ക് യു ഫോർ ഷെയറിങ്. ഇല്യാസ്കാൻ്റെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാനൊരു ഫാനാണ് എൻ്റെ. മാഷാ അല്ലാഹ്. അടുത്തത് വിവോ. ഇതാരാണ് വിവോ? വിവോ പേര് ആരോ ഒന്ന് ഹാൻഡ് റൈസ് മെമ്പറാണ്. ചെയ്തിട്ടുണ്ട്. പേര് ജസ്ന. ഹലോ, ആ ക്ലിയർ ജസ്റ്റ് ആണോ? ജസ്റ്റ് മാം പറഞ്ഞോളൂ. ആ മാം പറഞ്ഞോളൂ, സൂം കേൾക്കണ്ടേ മാം? പെട്ടെന്ന് സൂം പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരണം. പേരൊന്നും അടിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. പറഞ്ഞോളൂ മാം. ഞാൻ പേര് ക്ലാസ് നന്നായിരുന്നു. താങ്ക് യു മാം. ക്ലാസ് വളരെ നന്നായിരുന്നു. ഇല്ല. പിന്നെ ഖുർആൻ പരിഭാഷ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ വായിച്ചപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു ഇതാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയണം ഇല്ലേ? ഹലോ, ഏതിൽ? ഖുറാനിലാണോ? ആ പരിഭാഷയില്ലേ? ആ ഖുറാൻ പരിഭാഷയിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടെന്നോ? അത് അള്ളാന്റെ വാക്കുകളാണ്. അപ്പം അള്ളാനെ പരിചയപ്പെടുത്തുന്നതാണ്. പോയോ? ഞാൻ മ്യൂട്ടായി പോയിട്ടുണ്ട് കേട്ടോ. പോയി കട്ടായി തോന്നുന്നു. ഹലോ, ഇല്ല പോയിട്ടില്ല. ആ മാം പറഞ്ഞോളൂ എന്റെ പറഞ്ഞോളൂ. ഒരു പ്രശ്നമാണ്. അള്ളാനെ അതുകൊണ്ടാണ് ഈ സാധാരണ ആളുകള് ഖുർആൻ പരിഭാഷ വായിക്കരുത് എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയതറിയാം. അതുകൊണ്ടാണോ? ഹലോ, ഇല്യാസ്ക അതിന്റെ അതൊന്ന് ക്ലാരിറ്റി അടിക്ക്. അതുകൊണ്ടാണോ അങ്ങനെ പറയണത്? അല്ല, എന്റെ ഒരു ചെറിയ അറിവാണ് കേട്ടോ, ശരിയാണെന്നില്ല. അപ്പോ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തതാണല്ലോ ഖുർആൻ പരിഭാഷ. അല്ല, ഖുർആൻ ആ. അപ്പൊ അത് നമ്മള് റസൂലുള്ളാഹിനെ പോലെ ജീവിച്ച് അതുപോലെ റസൂലുള്ളാഹിന്റെ അത്രയും നമുക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ അതേ പാതയിലൂടെ പോയി അതിന്റെ പരിഭാഷ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം വളരെ വലുതാണ് ആ, അല്ലേ? ആ. അതിൽ നിന്ന് അതെ അതെ. എനിക്ക് ആ ഖുർആൻ പരിഭാഷ വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി എന്തോ ഒരു പ്രകാശം, എന്തോ ഒരു വ്യത്യാസം എനിക്കതില് എന്റെ ചുറ്റുമുള്ളൊരു ജീവിതത്തിൽ വന്ന പോലെ എനിക്ക് തോന്നി. വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ല, പക്ഷെ തുടങ്ങിയതല്ലേ, ഒരു നെയ്യത്തോടു കൂടി തുടങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ വായിച്ചു. എന്നിട്ട് ഒന്നും അപ്പൊ മനസ്സിലായില്ല? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ എന്തോ ഒരു പ്രകാശം, എന്തോ ഒരു ചേഞ്ച് ഉള്ളിൽ വന്നു പറയാം. വലിയ അർത്ഥത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാനൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും എന്തോ ജീവിതത്തിൽ പെട്ടെന്നൊരു വ്യത്യാസം വന്നു. അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ അല്ലാതായി. പിന്നെ ആളുകളോടൊക്കെ അതാണ് വളരെ മനോഹരമായി പെരുമാറാൻ പറ്റി. ഈ അതന്നെ ഞാൻ എന്ന വലിയ വാക്കിന് കാര്യം. എന്തോ ഒരു വലിയ അർത്ഥം ഉണ്ട് എന്നുള്ളത് കിട്ടി. ഈ ഞാൻ എന്ന് പറയുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട് എന്നുള്ളത് കിട്ടി പറയാം.
അപ്പൊ മുതല് പിന്നെ കേൾക്കുന്നതൊക്കെ ഞാനെന്താ എന്നുള്ള ചോദ്യമാണ്. എവിടെ വായിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ. അത് എന്റെ ജീവിതത്തിൽ ആകെ മാറ്റി. മൊത്തത്തിലുള്ള ഔട്ട്ലുക്കേ മാറി. മാഷാ അല്ലാ. അങ്ങനെയാണ് ഇപ്പൊ ഈ ഗ്രൂപ്പുകളിലും, അല്ലെങ്കിൽ എന്നെ പോലെ ഒരാള് ഇവിടെ ഒന്നും എത്തില്ല. അപ്പോ മാഷാ ആ അല്ലാ. വഴിതെറ്റി ഇതുപോലെ ഒരു നല്ല വഴിയിലെത്തി എന്ന് പറഞ്ഞ പഠിച്ചവന് ഒരുപാട് നന്ദി പറയണം. അത്രേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രസംഗം വളരെ നന്നായിട്ടുണ്ട്. നല്ല ചിരിച്ച് പ്ലസന്റ് ആയി സംസാരിക്കുന്ന കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. അതിലിപ്പോ സംസാരിച്ച എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു വലിയ പ്രകാശമുണ്ട് ഇല്ലേ? സാധാരണ അതെ. നമ്മളൊരു സൂം മീറ്റിംഗ് ഒരു സൈക്കോളജി ബേസിലൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അവര് എന്തിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. നമ്മൾ അതിൽ അർപ്പിച്ച് ഒരു സപ്പോർട്ടോട് കൂടി ചിരിച്ച് സന്തോഷിച്ച് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലാതെ സമർപ്പിച്ച്, അല്ലേ, അതിനൊരു സുഖമുണ്ട്. പിന്നെ എന്താണ് സക്സസ് എന്ന് ഫസ്റ്റില് ചോദിച്ചില്ലേ, അതിന്റെ എന്റെ ഇപ്പോഴത്തെ ഉത്തരം ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ള ആളുകളിനെ വെച്ച്, കൂടെ ഉള്ള ജോലിയില്, നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയില് എത്രത്തോളം നമുക്ക് സന്തോഷിക്കാൻ പറ്റണം, അതാണ് നമ്മുടെ സക്സസ്. നാളെ ഉണ്ടോ ഇല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ അതെല്ലാവർക്കും പറ്റുന്നില്ല. പക്ഷെ അത് പറ്റിയാൽ, അതിപ്പോ നമുക്കാണെങ്കിലും മുകേഷ് അംബാനിക്കാണെങ്കിലും പറ്റിയാൽ അതാണ് സക്സസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തത് ആഫിയ മാം. ആഫിയ മാം നമ്മളെ ഗ്രോത്തെക്സിലെ തിളങ്ങും സ്റ്റാറാണ്. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ പറയാറുണ്ട്. മാഷാ അല്ലാ. മാം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാനില്ല, കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയും ഗ്രോത്തെക്സ് ഇത്ര ഒരുപാട് ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചവൻ തന്നെയാണ് ഞാൻ പറയലുണ്ടായിന്. പ്രശ്നങ്ങൾ വരുമ്പം പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോന്നും നിസ്കാരം എല്ലാം ബാക്കടിച്ചോണ്ടുണ്ടായത്. ലാസ്റ്റ് വന്ന എന്റെ ഒരു പ്രശ്നത്തിലാണ് ഞാൻ മൊത്തത്തിൽ ചേഞ്ച് ആയത്. ഞാൻ പറയാ അതുവരെ ഉണ്ടായത് പരീക്ഷണാണ്, ഇപ്പാണ് ശരിക്കുള്ള ബ്ലെസ്സിങ് വന്നിന്നാ ഞാൻ പറയാ. ഇപ്പൊ നേരത്തെ ഇല്യാസ് സാർ പറഞ്ഞ പോലെ പിന്നെ വെയില് വരുമ്പോ ഞാൻ പഠിച്ചവനോട് ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കലാണ്. വെയില് വരുമ്പോ അല്ലാ ഭയങ്കര വെയിലുണ്ടല്ല, പക്ഷെ അതുകൊണ്ട് സംസാരിച്ചെടുക്കും. ഓൾവേസ് ഇപ്പം അങ്ങനെയാണ്. മുമ്പേ ദുആ ചെയ്യലുണ്ടായിട്ടില്ല. ഞാൻ പറയും ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം എന്നാണ്. ഇപ്പം നേരെ മറിച്ച് എന്തുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നവരെ പഠിച്ചവനെ എങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് ഇപ്പം രാത്രി ഉമ്മ ചപ്പാത്തി പരത്താൻ പോകുന്നുണ്ടായി. അപ്പൊ അത് പരത്തുന്ന സംഭവം കാണുന്നില്ല. ഒരുപാട് ഉമ്മ പരത്തി ഗ്യാസിനാണ് കത്തിച്ചിട്ട് അതില്. പക്ഷെ ഞാൻ ഉമ്മ പറഞ്ഞത് ഇപ്പൊ കിട്ടും ഉറപ്പാന്ന്, എവിടെയോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തുവായിരുന്നു പഠിച്ചാൽ ഇത് എവിടെയാ ഇല്ലേന്ന് പഠിച്ചു എനിക്കറിയാം. അപ്പൊ എവിടെയോ ഉമ്മ പറയുന്നത് എന്തായാലും ആ ഡ്രോയർ തപ്പേ ഇല്ല. ഞാൻ വെറുതെ രണ്ടാമത് വലിച്ചു നോക്കിയാ, പക്ഷെ അതിലുണ്ടായി. അങ്ങനെ ഓരോ ചെറിയ സംഭവം ഞാൻ പഠിച്ചവരോട് പറയാൻ തുടങ്ങി. ഇന്ന് രാവിലെ കണ്ണൂർ പോയിട്ടുണ്ടായിനി. ആ ടൈം ട്രെയിന് കിട്ടൂലെന്നില്ല എനിക്കുണ്ടായിനി. ടിക്കറ്റ് എടുക്കുമ്പോന്ന് ട്രെയിൻ വരുന്നു, എനിക്ക് ആടെ എത്തിയേ പറ്റും. ഞാൻ ഉമ്മ പറഞ്ഞ് കിട്ടൂലെന്ന് ഉറപ്പാന്ന്. ഞാൻ പറഞ്ഞില്ല കിട്ടും. ലാസ്റ്റ് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് എങ്ങനെയോ ആ ട്രെയിൻ കിട്ടീനി. എത്തണ്ട. അങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിസ്മയാമിനോട് പറഞ്ഞോണ്ടിരിക്കലുണ്ട് എന്തെല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാഷാ അല്ലാ. അല്ല അതൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് മിസ്നമേമ ഷെയർ ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാഷാ അല്ലാ. നിങ്ങളെ ആ ഒരു ചിന്തയിൽ എല്ലാ സമയത്തും ആ ഒരു തോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഭയങ്കര രസാ പിന്നെ ലൈഫ് തന്നെ. മാഷാ അല്ലാ. അൽഹംദുലില്ലാ ഇപ്പൊ അടിപൊളി. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും കാലം ജീവിച്ച് വെറും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പം അൽഹംദുലില്ലാ എല്ലാം ഓരോ സെക്കൻഡ് ഓരോ മൈക്രോ സെക്കൻഡ് അത്രയും ബ്ലെസ്സിങ് ആണ്. അൽഹംദുലില്ലാ എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു പ്രാർത്ഥനന്റെ ആ ഒരു പഠിച്ചവനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ വന്നോണ്ടാണ്, ആ പേഴ്സൺ അങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പൊ പറയും അങ്ങനെ ഒരു അടി ഞങ്ങൾക്ക് കിട്ടണം, കിട്ടിയത് കൊണ്ടാണ് ഇത്രയും മാറ്റം ഉണ്ടായിന്ന് ഞാൻ പറയൂ. എന്നിട്ടാണ് നിങ്ങളെല്ലാരും കാണാൻ വേണ്ടിട്ടാണ് യുണീക്നെസ് ഫെസ്റ്റില്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ എനിക്ക് ആവോ ഇല്ലയോ, കൊറേ പ്രശ്നമുണ്ട്, എനിക്ക് വരാൻ പറ്റുമോന്നില്ല എനിക്ക്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു വഴി പഠിച്ചു ഹയറായിട്ട് എന്തെല്ലോ അത്ഭുതങ്ങൾ എനിക്ക് അതിന് വേണ്ട എല്ലാം. ഇപ്പൊ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും
ഒരു എന്താ പറയല് അതിനുള്ളൊരു വേ ഓപ്പൺ ആയി എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. മാം ഫെസ്റ്റിന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാ. ഏതായാലും സന്തോഷം മാം. ഇത് എന്താ അറിയോ, നിങ്ങളിപ്പോ സംസാരിച്ച സമയത്ത് തന്നെ ഈ ഇന്ന് ഇപ്പൊ ഇതുവരെ എല്ലാരും സംസാരിച്ചത് ഫീഡ്ബാക്ക് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ചില ആളുകളുടെ മനസ്സിൽ വെക്കുക. ഈ ഒരൊറ്റ എക്സ്പീരിയൻസ്, ഇങ്ങനെയും ഒരു അനുഭവം നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ 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 ഇലിയാസ്ക പറഞ്ഞ പോലെ ഓരോന്നിലും ആ ഒരു ഗൈഡൻസ്, ആ ഒരു പ്രസൻസ്, എന്തിലേക്ക് നോക്കിയാലും പഠിച്ചവന്റെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ പറ്റും. ഇൻഷാ അള്ളാ നമ്മൾ ഓരോരുത്തർക്കും ആ രീതിയിൽ വളരാൻ പറ്റട്ടെ. ഇൻഷാ അള്ളാ. താങ്ക് യു മാം. താങ്ക് യു ഫോർ ഷെയറിങ്. അടുത്തത് ഹത്താവു ചെറിയാപ്പോ ഉസ്താദ്. പറഞ്ഞോളി ഉസ്താദ്. ഹത്താവു ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും ആദ്യമായിട്ട് സ്സലാം. വലിയൊരു സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് ഈ ഗ്രൂപ്പിനകത്ത് എത്തിപ്പെട്ടത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരു പാരന്റിങ് സെഷന്റെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഉസ്താദ് പറയുന്നത് ചെറുങ്ങനെ മനോഹരമായ സ്റ്റെക്കാവുന്നുണ്ട്. രീതിയിലുള്ള ഒരു ടോക്ക്. എനിക്ക് സാറിന്റെ സംസാരം തോന്നിയത് വളരെ ഹലോ ഉസ്താദ് ചെറുങ്ങനെ സ്റ്റെക്കാവുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തോന്ന് പൊക്കി റെഡി പറയാന്ന് ആയിട്ടുണ്ടോ? തോന്നുന്നുണ്ട്, പക്ഷെ അത് ഫുള്ള് കേട്ടില്ല. ഫുള്ള് കേൾക്കാനൊരു ആഗ്രഹം. നിങ്ങൾ എന്നെന്തോന്ന് പൊക്കി പറയാൻ അല്ല, വന്നീന്ന് തോന്നുന്നു. ഇപ്പൊ റെഡിയാണോ? ഇപ്പൊ ഇപ്പൊ ഓക്കെ, ഇപ്പൊ റെഡിയാണോ? ഓക്കെ, സെറ്റ്. ഇപ്പൊ റെഡിയാ. ആ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോക്കാണ് സാറിൻ്റെത് എന്നാ ഉദ്ദേശിച്ചത്. അതായത് കടിച്ചാ പൊട്ടാത്ത വാക്കുകളോ അല്ലെങ്കിൽ ഭയങ്കര എനർജി എനിക്ക് എടുത്തിട്ട് അറിയാത്തോണ്ടാ. പറയുന്ന ഒരു സംഗതിയൊന്നും അല്ലെങ്കിൽ പോലും ആ ഒരു സ്മൂത്ത്നെസ്സോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൽ വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്ന് അറിയില്ല. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നായിരിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ അദ്നാൻ ഹാദിന്റെ അദ്ദേഹത്തിന്റെ ടോക്കുകൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആ ഒരു ബന്ധം വെച്ചിട്ടായിരിക്കാം ആ വീഡിയോ കണ്ടപ്പോൾ ഈ ക്ലാസ് കേൾക്കണം തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരു സ്പെഷ്യൽ ശൈലിയാണല്ലോ. നിങ്ങള് കൂടെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട്, അങ്ങനെ ആയിരിക്കും ഒരു അല്ലേ, പക്ഷേ ഈ ഗ്രൂപ്പിനകത്ത് എത്തി. എന്റെ ഗുരുവാണ്. ഞാന് ഗൈഡിന്റെ മെയ് 2022 മുതൽ ഗൈഡിന്റെ ശിഷ്യനാണ്. അന്നാണ് ഗൈഡഡ് കോഡ് എന്ന പ്രോഗ്രാം ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4-5 പ്രോഗ്രാംസ് അവിടെ ചെയ്തിട്ടുണ്ട്. GC ഞാൻ അറ്റൻഡ് ചെയ്ത്. ഞാനത് 23-ാമത്തെ ബാച്ചായിരുന്നു. നിങ്ങളേതാ ബാച്ച്? ഇപ്പൊ ഒരു 62 തോന്നുന്നുണ്ട്, 62 ആ ഒരു ബാച്ചിലൊക്കെയാണ്. എന്തായാലും വലിയ സന്തോഷം. പിന്നെ ഒരുപാട് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ട് അതിൽ ഫസ്റ്റ് സംസാരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ, നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് ആലോചിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ പല സംസാരങ്ങളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മളൊരു രാജാവിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ രാജാവിനോട് സംസാരിക്കുക, എത്ര സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും സംസാരിക്കുക, നമ്മൾ മറ്റൊന്നും ചിന്തിക്കൂല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു കറക്റ്റ് ആ രൂപം, നമ്മൾ പോകുന്നതും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ആ രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതും അതൊക്കെ അവതരിപ്പിച്ചപ്പോ എന്തൊക്കെയോ ഉള്ളിലൂടെ കത്തി. അതേപോലെ തന്നെ നമ്മുടെ ഇല്യാസ് സാറുടെ സംസാരം എവിടെയോ ഒരു കണ്ണുനീര് വീണോന്നൊരു സംശയം. എന്താ വെച്ചാല് എന്താന്നറിയില്ല, പറഞ്ഞെന്താന്ന് എനിക്ക് കറക്റ്റ് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അവിടെ എവിടെയൊക്കെയോ നമുക്ക് ചില ഫീലിങ്ങുകൾ കിട്ടാൻ പറ്റി. എന്തായാലും വലിയ സന്തോഷം. പിന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷന്, ഞാനിപ്പോ എൻ്റെ ഉമ്മാന്റെ കൂടെയാണ് കേട്ടത്. എൻ്റെ ഉമ്മ സത്യം പറഞ്ഞാൽ ഒരു ഭാഗം തളർന്നൊരവസ്ഥയിലാണുള്ളത്.
ഞാൻ എപ്പോഴും ഉമ്മാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഉള്ളതിലാണ് എപ്പോഴും പഠിച്ചവനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത്. സ്വാഭാവികമായിട്ടും പഠിച്ചവന് ഇല്ലാത്ത അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു പറയാറുണ്ട്. അപ്പോ ആ ഗ്രാറ്റിറ്റ്യൂഡിലെ കുറേ വാക്കുകൾ പറഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നി. ഉള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്കും ഒക്കെ ഒരുപാട് പറ്റിയെന്നുള്ളതാണ്. അൽഹംദുലില്ലാ, സന്തോഷം. പിന്നെന്താ, അത് താല്പര്യം കൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇരിക്കുമ്പോ ഉണ്ടായ സന്തോഷം കൊണ്ട് സംസാരിച്ചാണ്. കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, മാഷാ അല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതൊക്കെയാണ് നമ്മളൊരു സന്തോഷസ്ഥ. എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാനും ഇതേപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഗൈഡിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കും, എന്നിട്ട് ഇങ്ങനെ ഫീഡ്ബാക്കുകൾ പറയും. അങ്ങനെയാണ് പിന്നെ സ്വന്തമായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ക്ലാസ് ഒക്കെ എടുത്തൊക്കെ തുടങ്ങിയത്. 2022 ഇപ്പോൾ ഏകദേശം 4 വർഷമായി. അൽഹംദുലില്ലാ. ഏതായാലും സന്തോഷം. അൽഹംദുലില്ലാ. ഇത് ഓരോരുത്തരെയും ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ കേൾക്കും. പിന്നെ ഷമീമ മാം ഇവിടെ ഉണ്ട്. ഷമീമ മാം ഒന്നും പറയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മാമിന് എന്തോ അവിടെ എന്തോ തിരക്കിലായിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ തിരക്കായതുകൊണ്ടാണോ എന്നറിയില്ല. ഷമീമ മാം എന്തെങ്കിലും ഇല്ലല്ലേ? ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ ഇതിലല്ല തോന്നുന്നു. ഏതായാലും സന്തോഷം. ഇല്യാസ്ക എന്തോ പറയണ്ടോ? പറഞ്ഞോളി. അൺമ്യൂട്ട് ചെയ്തോളി. ഓക്കെ, ഞാൻ ഇതിന്റെ ഇടയിൽ ആരോ ആഫീഫ ആരൊന്നും സംസാരിച്ചിരുന്നു കുറച്ചു മുമ്പ്. ആഫിയ അങ്ങനെ എന്തോ ഒരു പേര് കണ്ട്. യെസ് ആഫിയ മാം, യെസ്. അവരിങ്ങനെ പറഞ്ഞപ്പോഴേ അതിലൊരു വാക്ക്, അതായത് ഇത്ര കാലം ജീവിച്ചത് വെറുതെയായി പോയല്ലോ എന്നുള്ളൊരു സംസാരം അറിയാതെ വന്നു. അതൊന്നും ഒരു ഒരിക്കലും കേട്ടു. അല്ല. നമുക്കൊക്കെ കുറെ ആളുകൾക്ക് നമ്മുടെ സംസാരത്തിന്റെ ശൈലിയിൽ ഇടക്ക് വരാറുള്ള ഒരു സംഗതിയാണ് ഇത്ര കാലം ജീവിച്ചത് വെറുതെ ആയി പോയല്ലോ എന്നുള്ളത്. പക്ഷെ അതില് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്നുവെച്ചാല് പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട്, പടച്ചോനെ റസൂൽ പഠിപ്പിച്ചിരുന്ന ഒരു വാക്കുണ്ട്, ഹയാത്തുൽ മുഅ്മിനി ഇബാദത്തുന്ന. എന്നുവെച്ചാല് ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ, അയാൾ നരകത്ത് പോകില്ലല്ലോ. നമ്മൾ പറയാറുണ്ട് അയാൾ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. അയാൾ കുറെ നിസ്കരിച്ചിട്ടില്ല, അയാൾ കുറെ നോമ്പ് വെച്ചിട്ടില്ല, അയാൾ കുറെ നന്മകളൊന്നും ചെയ്തിട്ടില്ല, അയാൾ ചെയ്തത് ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നതുപോലെ ഹയാത്തുൽ മുഅ്മിൻ ഇബാദത്തിന്, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇബാദത്താണ്. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ആത്മഹത്യയിൽ തെറ്റാണല്ലോ. അയാൾ എത്രയൊക്കെ പ്രശ്നം വന്നിട്ടും ആ തിന്മകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഇബാദത്താണ്. അതിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ നന്മകളും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ് എന്ന് മാത്രം. നല്ലതാണെന്നല്ല, അതാണ് അതിന്റെ ശരിയായ രൂപം. അപ്പം നമ്മൾ ജീവിച്ച് ആ തെറ്റുകളിലൂടെ ജീവിച്ച് പോകുന്ന ഒരു മനുഷ്യൻ പിന്നീട് ആ തിരിച്ചറിവുണ്ടായി നന്നാകുമ്പോൾ അത്ര കാലം ജീവിച്ചത് വെറുതെയായി എന്നല്ല, അത്ര കാലം അയാൾ ഈ നന്മയിലേക്ക് എത്താൻ അയാൾക്ക് അത്ര കാലം എടുത്തു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതില് വെറുതെ ജീവിച്ചു പോയി എന്നുള്ള ഒരു തോന്നൽ ആർക്കും വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇൻഷാ അല്ലാഹ് നേരത്തെ അഫ്സൽ വാഹിദ് പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ അതിന്റെ ഒരു സെഷൻ നടക്കാറുണ്ട് 8:30. ഇതിന്റെ ഒരു പരസ്യം കൂടി ഇതിനിടെ പറയണല്ലോ. ഇപ്പോ നിലവില് അതിന്റെ പാരന്റിങ് ക്ലാസ് ആണ് നടക്കുന്നത്. ഒരു പാരന്റിങ് സീരീസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് പാരന്റിങ് എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച അതിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഏകദേശം ഒരു 8-9 ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിലേക്ക് പങ്കെടുക്കുകയും ചെയ്യാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും അത് ഫ്രീ ആണ്. ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും നമ്പർ ഞാൻ വേണമെങ്കിൽ അടിയിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, അടിയിൽ നമ്പർ കമന്റ് ചെയ്തോളും. ആരെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. യെസ്, ഇല്യാസ്ക നമ്പർ നിങ്ങളൊന്ന് താഴെ കൊടുത്തേക്ക് കേട്ടോ, ഇൻഷാ അല്ലാ. ഓക്കെ, ഞാൻ നമ്പർ താഴെ ടൈപ്പ് ചെയ്യാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇടൻ അജണ്ടകളൊന്നുമില്ലേ. ഓക്കെ, ശരി. താങ്ക് യു. അടുത്തത് നഫീസ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് സെക്ഷനിൽ. നഫീസ മാം പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ആയോ? ആ മാം കേൾക്കുന്നുണ്ട്. ആ ശരി. അടുക്കള പിന്നെ അസ്സലാമു അലൈക്കും. സന്തോഷായി കേട്ടോ. ഞാൻ ഇതിനു മുൻപ് ഒരു സെഷനിൽ പങ്കെടുക്കണമായിരുന്നു, എനിക്ക് പറ്റിയില്ല. അന്നേരം എന്തോ കിട്ടിയില്ല, ലിങ്ക് കിട്ടിയില്ല. അപ്പോ അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തിരുന്നുകൊണ്ട് പങ്കെടുത്തു. എനിക്ക് എല്ലാവരുടെയും സ്പീച്ച് ഇഷ്ടമായി കേട്ടോ. പുതിയ ആളാണല്ലോ, പലരെ അറിയില്ല. പിന്നെ എന്നാലും ആരാ ഇലിയാസ് സാർ നന്നായി തോന്നി. പിന്നെ ആരാ പയാസ്, എല്ലാവരും നല്ലൊരു പ്രതീക്ഷയുള്ള സംസാരമാണ്. എത്രയോ നമ്മുടെ സ്പിരിച്വാലിറ്റി മനസ്സിനോട് അടുത്തത് ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ വേറൊരു എപ്പോഴും
എന്നൊക്കെ തോന്നി. അപ്പൊ ഏറ്റവും അടുത്ത് ഏതോ പ്രശ്നം അതെ അള്ളഹാനോട് ഇങ്ങനെ നമ്മള് ഞാൻ എന്റെ ലൈഫ് ചെയ്യുന്ന എന്തുണ്ടെങ്കിലും ഒന്ന് നുള്ളിക്കുറിച്ച് അങ്ങ് പറയും. ഞാൻ പിന്നെ എപ്പോഴും കൂട്ടായി നിന്നില്ലേ ഞാൻ ഒറ്റക്കായില്ലല്ലോ എന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ആ ഒരു ഇത് ഞാൻ ഓർക്കും. എത്ര നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും പ്രശ്നങ്ങളൊക്കെ എത്രയായാലും ഉണ്ടാവില്ല. അപ്പൊ പറയാം എനിക്ക് കൂട്ട് നിന്നല്ലോ, ഞാൻ എന്തിനും പേടിക്കണം എന്നൊരു പറഞ്ഞ് ബാക്കി പറയാം. അപ്പൊ നല്ലൊരു എന്താ ഒരു ഇത് തോന്നും മനസ്സിന്. ഇവരൊക്കെ ഉണ്ടാവും അന്നത്തെ ഓഗസ്റ്റ് 9 മീറ്റിന് ചെയ്യാറ്. ഈ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്താ അതിന്റെ ചില ഡീറ്റെയിൽസ് ഒന്നും ചില എനിക്ക് അഭിലാഷെ കാണാൻ ആഗ്രഹമുണ്ട്. ചില ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു എന്താ സോഷ്യൽ ലൈഫിൽ നല്ല പുതു ചിന്തകളല്ലേ നിങ്ങളൊക്കെ തരുന്നത്. പ്രതീക്ഷയല്ലേ. സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു എന്താ സോ അതിന്റെ മച്ച്. ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടേക്കുണ്ട്. ആ മാം, അത് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അത് 66 അവസാനിക്കുന്നേ. അതെ അഫ്സൽ. യുണീക്നെസ് ഫെസ്റ്റ് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. 7ാമത്തെ പ്രോഗ്രാമാണ് ഇത് നടക്കുന്നത്. കോഴിക്കോട് ടിയാന ഹോട്ടലിൽ വെച്ചിട്ടാണ്. മാം ഈ താഴെയുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് മിസ്സിന് തരും കേട്ടോ. പിന്നെ ജാബിർ സുലൈമിന്റെ സ്പീച്ച് ഒക്കെ പറഞ്ഞല്ലോ. ആരാ? ഇലിയാസ് അല്ലേ? പിന്നെ പെങ്ങള് മരിച്ചിരുന്നല്ലോ ഇതിനു മുമ്പ് ഒരിക്കലും. ജാബിർ സുലൈമിന്റെ പെങ്ങള് മരിച്ചപ്പം പിന്നെ FC-ലിട്ട ആ കുറിപ്പൊക്കെ വളരെ ഇതാണ് കേട്ടോ. വളരെ ഹേർട്ട് ടച്ച് ആണ് ജാബിർ സുലൈം എഴുതിയതേ. ആക്സിഡന്റിൽ മരിച്ചതായിരുന്നല്ലോ ആ പെങ്ങള്. ഞാൻ ശ്രദ്ധിക്കുക. എന്തായാലും സന്തോഷം. ഒരു നമ്മുടെയൊക്കെ കൂടെ ഒരു കണ്ണിയാവാൻ പറ്റിയല്ലോ. ഇൻഷാ അല്ലാഹ് കാണാം. സന്തോഷം. താങ്ക് യു. ഏതായാലും ഒരുപാട് സന്തോഷം. ഒന്നും കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ്. ഇവിടുത്തെ യൂണിക് ടോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല. ഓരോരുത്തരും നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടാണ്. നമ്മൾ ഒട്ടുമിക്ക ആഴ്ചകളിലും നമ്മളെ സ്റ്റുഡൻസ്, അടുത്ത ആഴ്ച നമ്മളൊരു സ്റ്റുഡൻ്റാണ് വരുന്നത്. ലക്ഷദ്വീപിലുള്ള ഫാത്തിമ മാം നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ആളാണ്, 3ാമത്തെ ബാച്ചിൽ. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് മറ്റുള്ളവരെയും വളർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ പ്രോഗ്രാമിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു സോ മച്ച്. നസിൽക്ക വന്നിട്ടുണ്ട്. നസിൽക്ക, ആസ്കർ സാറേ, നിങ്ങളൊന്ന് പിന്നെ നമ്മുടെ ഇല്യാസ് സാറെ ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ നമ്പർ അന്ന് ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ നന്നാവുമായിരുന്നു. വേറൊന്നുമല്ല, ഒരു നല്ല രസമുള്ള ടോക്ക്, ഭയങ്കര ഇഷ്ടമായി. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ പൊതുവെ പിന്നെ എന്താ പറയാ പുതിയ ശൈലികൾ കാണുമ്പോൾ അതിങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിപ്പോയത്. പിന്നെ ഈ മുന്നേ പറഞ്ഞൊരു ഇതില്ലേ, ഇവര് ഓൾറെഡി തിരുത്തി, എന്നാൽ പോലും ഞാനൊരു എന്റെ മാഷ് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഇങ്ങനെയാണ്, നമ്മൾ ഈ ജീവിതത്തിൽ വരുന്ന ഓരോ ഇമോഷനുകൾ ഉണ്ടല്ലോ, അതായത് ദുഃഖാവട്ടെ, സന്തോഷാവട്ടെ, സമ്പത്താവട്ടെ, ദാരിദ്ര്യാവട്ടെ, എല്ലാറ്റിനെയും ഒരു അതിഥിയെ പോലെ കാണാനോ നമ്മള്, അതായത് ഇസ്ലാമിക് സൈക്കോളജിയുടെ ഭാഗമായിട്ട് അവർ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോ പിന്നെ അതിനൊരു അതിഥിയായിട്ട് കാണണം പോലും. അതായത് അതിഥി എന്ന് പറയുന്ന അർത്ഥം തന്നെ എപ്പോ വേണമെങ്കിലും പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണല്ലോ. അപ്പൊ ഈ ജീവിതത്തിലെ എല്ലാ ഇമോഷനുകളും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അതിഥിയെ പോലെ കാണാൻ തുടങ്ങിയാല് പിന്നീട് നമുക്ക് വിഷമം വരില്ല. ആ ഒരു അർത്ഥത്തിലുള്ള നല്ലൊരു പാഠം നമുക്ക് എന്താ റസാൻ നിസാം എന്ന് പറയുന്നവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഇവരുടെ ഈ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നിയ വേറൊരു സംഗതി, പിന്നെ ഓരോ അറിവുകൾ കിട്ടും തോറും പിന്നെ നമ്മൾ വിവരമില്ലാത്തവനായി തീരുകയാണ്. കാരണം എത്ര കണ്ട് അറിവ് നമ്മൾ കയറുന്നത് അത്ര കണ്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ വിവരമില്ലാത്തവനായിരുന്നു. അതായത് അറിവ് കൂടും തോറും വിവരമില്ലാതാവുക എന്നാ പറഞ്ഞത്. സത്യത്തില് ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് ഓരോന്ന് പുതിയത് കേൾക്കുമ്പോഴും തോന്നിക്കുക. എന്തില്ല, നല്ലൊരു പ്രതലം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദി. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കട്ടെ എന്ന പ്രാർത്ഥന. അസ്സലാമു അലൈക്കും. താങ്ക് യു നസിൽക്ക. അടുത്തത് നിസാർക്ക, എന്താ പറയണ്ടോ? നിസാർക്ക എൻട്രൈസ് ചെയ്തോണ്ടിരുന്നു. നിസാർക്ക നമ്മളെ 4ാമത്തെ ഫെസ്റ്റിനും പിന്നെ വേറെ ഏതോ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടല്ലോ. നിസാർക്ക പറഞ്ഞോളൂ.
അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാം ഞാൻ കേക്കലുണ്ട് എന്ന് പറഞ്ഞ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു വെച്ചതാ. പറയാൻ ശീലമില്ലാത്തതുകൊണ്ട് പറയലില്ല. ഓക്കെ ഓക്കെ ഇല്ലെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ സന്തോഷം. വേറൊന്നുമില്ല. ഇൻഷാല്ലാ ദുആ ചെയ്യ് ഇൻഷാല്ലാ. വേറൊന്നുമില്ല. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ. ജസാക്കല്ലാഹ് ഖൈർ. ആമീൻ ഒരുപാട് സന്തോഷം ഇവിടെ ഓരോ ആമീൻ. ഇൻസൈറ്റ്സ് ഷെയർ ചെയ്ത ആളുകളോടും. ഇല്യാസ്ക, നസീൽക്ക, ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മളെ ഉസ്താദ് പലരും നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം. ഫിദ മാം എൻട്രൈസ് ചെയ്യുന്നുണ്ട്. മാം പറഞ്ഞോളൂ. ഞാൻ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്ന് പറഞ്ഞല്ലോ ഇതിൽ വന്ന് സംസാരിച്ചത്. അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. നല്ല രസമുണ്ടായിരുന്നു എല്ലാരെ സംസാരവും കേൾക്കും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്തു, പിന്നെ അതിന്റെ ഇടയ്ക്കൊന്ന് മിസ്സായി, പിന്നെ ലാസ്റ്റിലാണ് വീണ്ടും വീഡിയോ മോഡില് ജോയിൻ ആയത്. അപ്പൊ ഇതിലുള്ള പല ആൾക്കാരെയും ഞാൻ അറിയൂല, പക്ഷെ എല്ലാവരുടെ സംസാരം ഭയങ്കര അറിവുള്ളതായിരുന്നു. അപ്പൊ പിന്നെ ഞാനൊക്കെ എന്ത് പറയാനാന്നുള്ള മോഡില് കുറച്ചു നേരം ഇരുന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, അപ്പൊ അത് മിസ് ചെയ്താല് ചിലപ്പോ ഇന്ന് ഫുള്ളൊരു റിഗ്രഷൻ ആയിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി നമ്മൾ എന്തോ ഒന്ന് ചെയ്തു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ഞാന് റേസ് ചെയ്യാന്നുള്ള ഉദ്ദേശമേ മനസ്സിലുണ്ടായിരുന്നു. പിന്നെന്താ പറയാനുള്ളത്, അങ്ങ് വന്നോളും ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. അങ്ങനെ സെറ്റ് ആയിക്കോളും ഇൻഷാല്ലാ. നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ പോയി സംസാരിക്കാനുള്ളൊരു ഉള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് അതങ്ങ് ശീലമായി മാറിക്കോളും, പ്രശ്നമില്ലാണ്ടായി മാറിക്കോളും ഇൻഷാല്ലാ. ഏതായാലും താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ഇനിഷ്യേറ്റീവ്. താങ്ക് യു മാം. ഏതായാലും നമുക്ക് വൈൻഡ് ചെയ്യാം അല്ലേ? എല്ലാവരോടും ഒന്നുകൂടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ നമ്മൾ 96ാമത്തെ യൂണിക് ടോക്ക് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഈ റെക്കോർഡിങ് ഒറ്റ മിനിറ്റ്.